ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എല്ലാവരെയും VOP അഥവാ വിവാ ഓറിയന്റേഷൻ പ്രോഗ്രാമിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഫവാസ്, പെരിന്തൽമണ്ണയാണ് സ്വദേശം. നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഫാസ്റ്റ് ആയിട്ട് കിടക്കാം. അതിനു മുമ്പ് ഈ ഒരു അവസരം ഇന്ന് നമുക്ക് കേൾക്കാൻ ഇടയാക്കി തന്ന നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. പ്ലീസ് ഓൾ. ഓക്കെ, താങ്ക് യു. ഇന്ന് നിങ്ങളുടെ ഒരു ബന്ധുവിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിന്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇന്ന് ഈ ഒരു സൺഡേ ദിവസം ഒരുപാട് തിരക്ക് നമുക്കുണ്ടാവും. പല കല്യാണങ്ങളും പല തിരക്കുകളും മാറ്റി വെച്ചിട്ടാവാം, അല്ലെങ്കിൽ ആ ഒരു തിരക്കിൽ നിന്ന് അല്പസമയം മാറി നിന്നിട്ടാവാം നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം എന്ന് കേൾക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു അരമണിക്കൂർ നേരം നിങ്ങളുടെ മൈൻഡ് മറ്റെങ്ങോട്ടും പോവാതെ എല്ലാ തിരക്കിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഒരു അരമണിക്കൂർ, 40 മിനിറ്റ് നേരം നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ മാത്രം നിങ്ങളുടെ മൈൻഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ശ്രദ്ധ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയൊരു അവസരത്തെ കുറിച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ കുറച്ച് സമയം കൊണ്ട് കേൾക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. മാക്സിമം എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ചെയ്തിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ എങ്ങോട്ടും പോവാതെ ഈ ഒരു പ്രോഗ്രാമിൽ തന്നെ ഉണ്ടാവും. അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ ക്രൗഡിലാണെങ്കിൽ ഒന്ന് മാറി നിന്ന് അല്ലെങ്കിൽ ഒരു ഹെഡ്സെറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കടക്കാം. ഇന്ന് ഈ ഒരു അവസരം, ഈ ഒരു സൺഡേ ദിവസം നമ്മളെല്ലാ തിരക്കുകളുടെ ഇടയിലും നമ്മൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാം കേൾക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഈ ഒരു അവസരം ഇന്ന് നമുക്ക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഇന്ന് ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ഈ ഒരു അവസരത്തിലൂടെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ നിന്നും നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പ്ലാൻ നമുക്ക് പ്രസന്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഒരു ഗ്രേറ്റ് ലീഡർ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം റൌഫ് സാർ. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ കമ്പനിയുടെ സഫയർ എക്സിക്യൂട്ടീവ് ആണ്. ഏകദേശം 65 ലക്ഷം രൂപക്ക് മുകളിൽ ഈ ഒരു ബിസിനസ്സിലൂടെ വരുമാനം വാങ്ങിയിട്ടുള്ള ഞങ്ങളുടെ എല്ലാവരും ഗ്രേറ്റ് ലീഡറാണ്. നമുക്ക് അദ്ദേഹത്തെ നിറഞ്ഞ കയ്യടികളോട് നമുക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം റൌഫ് സാർ. ഓവർ ടു യു. താങ്ക് യു ഫവാസ് സാർ. താങ്ക് യു സോ മച്ച്. യുവർ വാം വെൽക്കം. വളരെ മനോഹരമായിട്ട് ഫവാസ് സാർ എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് അബ്ദുറൌഫ് എന്നാണ്. സ്വദേശം മലപ്പുറം ജില്ലയിലെ കൊടിഞ്ഞി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങളുടെ വിജയം ആഗ്രഹിക്കുന്ന നല്ലൊരു ബന്ധുവിന്റെ അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിയിട്ടുള്ള അത്രയും വ്യക്തികളെ ഒരിക്കൽ കൂടി കൃത്യമായി ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെല്ലാവരും തന്നെ മാന്യമായി അധ്വാനിക്കുകയും പണമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇത്ര കാലം അധ്വാനിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു ദിവസം വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത്, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നന്നായിട്ട് നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, ഏറ്റവും നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്, വരുമാനത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു ഐശ്വര്യം വരുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്കുള്ളതാണ് ഈ അവസരം. ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കി കൊടുത്ത ഒരു അവസരമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. എന്തു തന്നെ ആവട്ടെ, നിങ്ങളുടെ ബന്ധു, നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ, ആ ക്ഷണം നിങ്ങൾ നിരസിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഇവിടുന്ന് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാൻ അരമണിക്കൂർ സമയം എടുത്താൽ മതി. വെറും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള പ്രഷ്യസ് ആയിട്ടുള്ള അരമണിക്കൂർ സമയം. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പ്രോഗ്രാമിലേക്ക് കടക്കാം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നു, പ്രയാസപ്പെടുന്നു, അധ്വാനിക്കുന്നു. പക്ഷെ വേണ്ടത്ര രീതിയിൽ നമ്മുടെ വരുമാന സ്രോതസ് കൂട്ടിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നന്നായിട്ട് അധ്വാനിക്കുന്ന ആളുകളാണ്, നന്നായിട്ട് പണം ഉണ്ടാക്കുന്ന ആൾ. പക്ഷെ നമ്മൾ അധ്വാനിക്കുന്ന പണമൊക്കെ എവിടെയാ പോകുന്നത്? അത് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല, ഒരിക്കലും നമ്മൾ അതിനെക്കുറിച്ച് വെറീഡ് ആയിട്ടില്ല. 1960 കാലഘട്ടങ്ങളിൽ ഒരു വലിയ കുടുംബത്തിന്, കൂട്ടുകുടുംബത്തിന് ജീവിച്ചു പോകാൻ ഒരു മാസത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു 100 രൂപയൊക്കെ ഉണ്ടെങ്കിൽ മാന്യമായിട്ട് ജീവിച്ചു പോകാം. അന്ന് മീനിനൊക്കെ 50 പൈസ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമാണ്. 1980 കാലഘട്ടം അഥവാ 20 വർഷം കഴിഞ്ഞപ്പോൾ അത് 1000 രൂപയിലേക്ക് വന്നു. നമ്മുടെ ഒരു മാസത്തെ കൂട്ടുകുടുംബത്തിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 1000 രൂപയിലേക്ക് വന്നു. 2000 കാലഘട്ടമായപ്പോഴേക്കും ഈ കൂട്ടുകുടുംബം എന്നുള്ളതൊക്കെ മാറി അണുകുടുംബത്തിലേക്ക് വിഘടിച്ചു. നമ്മൾ അണുകുടുംബമായി മാറി. പക്ഷെ എന്നാൽ പോലും ആ അണുകുടുംബത്തിൽ ഒരു മാസം നമ്മുടെ ജീവിത ചെലവുകൾ കൂട്ടിക്കൊണ്ടു പോകണമെങ്കിൽ, അല്ലെങ്കിൽ ജീവിത ചെലവുകൾ മുട്ടിച്ചു കൊണ്ടുപോകണമെങ്കിൽ മിനിമം 10,000 രൂപ നമുക്ക് വേണ്ട സാഹചര്യം വന്നു. അങ്ങനെ ഓരോ 20 വർഷം കൂടുമ്പോഴും 2020-25 കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മാന്യമായി ഒരാളുടെ മുന്നിൽ കൈ നീട്ടാതെ നമ്മുടെ ചെലവുകളെല്ലാം തന്നെ നമുക്ക് ക്രമാതീതമായി നടത്തിക്കൊണ്ടു പോകാൻ മിനിമം 1 ലക്ഷം രൂപ നമുക്ക് ഈ 2020-25 കാലഘട്ടങ്ങളിൽ നമുക്ക് വേണം. എല്ലാവർക്കും അത് അറിയുന്ന കാര്യമാണ്.
ഇങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത 20 വർഷം അഥവാ 2040 ആകുമ്പോൾ നമ്മുടെ ജീവിത ചെലവ് എവിടെ എത്തും? അണുകുടുംബം എന്ന് പറഞ്ഞാൽ ഒരു പാരന്റ്സും ഒരു കുട്ടിയോ 2 കുട്ടിയോ ഒക്കെ ഉള്ള ഒരു കുടുംബത്തിന് അവരുടെ ഒരു മാസത്തെ ചെലവ് തള്ളി നീക്കി കൊണ്ടുപോകാൻ മിനിമം 10 ലക്ഷം രൂപ വേണം. ഇപ്പോഴേ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പറയുന്നു. എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങോട്ട് പോകും? നമ്മളൊരു പണിയെടുത്തിട്ട് വരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾ ആരും ചിന്തിക്കേണ്ട. പണിയെടുത്ത് ജീവിതത്തിൽ രക്ഷപ്പെട്ടവർ ആരും തന്നെ ഇല്ലാന്ന് ഞാൻ പറയും. കാരണം ആ ജോലി ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കിയവർ വളരെ വിരളമായിട്ടുള്ള ആളുകൾ മാത്രമാണ്. പക്ഷെ ഒരു ഓൺട്രപ്രണർഷിപ്പിലേക്ക് വരികയാണെങ്കിൽ, നിങ്ങളൊരു സംരംഭകനായി മാറുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഓരോ വാർത്തകൾ വായിക്കുന്നുണ്ടാകും. സ്കൂളിൽ പോവാത്ത, കോളേജിൽ പോവാത്ത ഒരു കുട്ടി 28ാമത്തെ വയസ്സിൽ സ്വന്തമായിട്ടൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് 416 കോടിക്കാണ് ആ കുട്ടി അത് വിറ്റത്. അവൻ ഓൺട്രപ്രണർഷിപ്പിലേക്ക് കയറി വന്നു. അവൻ ഇന്ന് വലിയ രീതിയിലുള്ള സംരംഭകനായിട്ട് മാറി. ഇവിടെ നമ്മുടെ കഴിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഓൺട്രപ്രണർഷിപ്പിലേക്ക് നമുക്ക് എങ്ങനെ കയറാൻ പറ്റും? എന്താണ് ഈ ഓൺട്രപ്രണർഷിപ്പിന്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് ആളുകൾ ഓൺട്രപ്രണർഷിപ്പ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്നറിയോ? മോസ്റ്റ് റിവാർഡിംഗ് ആണ്, അൺലിമിറ്റഡ് പൈസയാണ്, അൺലിമിറ്റഡ് ഹാപ്പിനെസ് ആണ്, അൺലിമിറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഓൺട്രപ്രണർഷിപ്പിലൂടെ. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സ്വന്തം മുതലാളിയാണ്. നമുക്ക് മേലെ താഴെ നമ്മളെ നോക്കാൻ ആരുമില്ല. നമുക്ക് നമ്മുടെ സ്വന്തം മുതലാളിയായിട്ട്, സ്വന്തം ഓണറായിട്ട് നമുക്ക് ജീവിക്കാം. ഇനി സെലിബ്രിറ്റി ലൈഫ് സ്റ്റൈലാണ് ഓരോ ഓൺട്രപ്രണറുടെയും ജീവിതം. നിങ്ങൾ നോക്കണം, കാറും വണ്ടിയും ബംഗ്ലാവും ഒക്കെ ആയിട്ട് വൻ സെറ്റപ്പിലാണ് ഓരോ ഓൺട്രപ്രണേഴ്സും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പട്ടിണി കിടക്കുന്ന ഓൺട്രപ്രണേഴ്സ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാവരും നമ്മൾ ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തുള്ള ഒരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. ഇനി വർക്ക് ഇൻ ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ, ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് വർക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. 24/7 ഇല്ല. ഒരു നിലമ്പൂർക്കാരൻ 28ാമത്തെ വയസ്സിൽ ഓൺട്രപ്രണറായി ലൈഫ് സെറ്റിൽ ചെയ്തു, റിട്ടയർമെന്റിൽ ജീവിക്കുക. കുറെ പട്ടിക്കുട്ടികളായിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് വെറും കുറെ വണ്ടിയും കാറും ഒക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. പണിയെടുക്കാൻ സമയത്തിന്റെ ആവശ്യമില്ല. മരിക്കുന്നത് വരെ പണിയെടുക്കുന്ന മെഷീനാണ്, മനുഷ്യനാണെന്ന് ഞാൻ പറയില്ല. സോ ഒരു ഓൺട്രപ്രണറായി മാറാൻ നമ്മുടെ മുന്നിൽ എന്ത് സാഹചര്യമുള്ളത്? ഇപ്പൊ എന്റെ പ്രിയ സുഹൃത്തുക്കൾ ആലോചിക്കുന്നുണ്ടാവും, സർ ഓൺട്രപ്രണർ ആകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ? എന്റെ അടുത്ത് ക്യാപിറ്റൽ ഇല്ലല്ലോ. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളോട് പറയാനുള്ളതും എനിക്ക് അത് തന്നെയാണ്. വാട്ട് ആൻ ഓൺട്രപ്രണേഴ്സ് നീഡ്സ്, എന്താണ് ഒരു ഓൺട്രപ്രണറിന് ആവശ്യമുള്ളത്? നമ്മൾ ആദ്യം പറയും കാശ് വേണം, ക്യാപിറ്റൽ വേണം, അല്ലെ? അതാണ് ഓൺട്രപ്രണർ ആകാനുള്ള ആദ്യത്തെ റിസോഴ്സ്. രണ്ടാമത്തേത് എന്താണ്? ഐഡിയ വേണം. ഇത് രണ്ടുമല്ല. എന്നാൽ നിങ്ങളെ ഞാൻ ഇത്ര കാലം പഠിപ്പിച്ചതിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു ബിസിനസ് തുടങ്ങാൻ, ഒരു ഓൺട്രപ്രണർ ആകാൻ നിങ്ങൾക്ക് ക്യാപിറ്റലിന്റെ ആവശ്യമില്ല, പണത്തിന്റെ ആവശ്യമില്ല. യു ആർ എ ഗുഡ് ഐഡിയ. നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് മതി. ക്യാപിറ്റൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് റീപ്ലേസ് ചെയ്യാം, ആരുടെങ്കിലും വാങ്ങുകയും ചെയ്യാം. പക്ഷെ പ്രൊഫസർ ഐഡിയ വാങ്ങാൻ പറ്റുമോ? ഐഡിയ ആരും തരൂല. ഐഡിയ ആണ് നമുക്ക് വേണ്ടത്. ഒരു ഗുഡ് ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നല്ലൊരു ഓൺട്രപ്രണർ ആയിട്ട് മാറാൻ സാധിക്കും. മൈ ഡിയർ ഫ്രണ്ട്സ്, 21ാം നൂറ്റാണ്ടിന്റെ എല്ലാ കച്ചവടങ്ങളും ഈ ഐഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകളാണ്, അല്ലെ? ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അറിയുന്ന സാധനമാണ് സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള, അതുപോലെ ഓല, ഊബർ പോലുള്ള, ഓയോ പോലുള്ള, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് ഫേംസുകളെല്ലാം തന്നെ ഐഡിയ റിലേറ്റഡ് ആയിട്ടാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളെടുത്തൊരു ഗുഡ് ഐഡിയ ഉണ്ടെങ്കിൽ വെഞ്ചേഴ്സ് അഥവാ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് നമുക്ക് പൈസ തരും നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ബിസിനസ് ചെയ്യാൻ. അപ്പൊ ക്യാപിറ്റലിന്റെ ആവശ്യമില്ല ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും ഓൺട്രപ്രണർ ആകാനും. നല്ലൊരു ഐഡിയ ഉണ്ടായാൽ മതി. സോ നിങ്ങളുടെ കയ്യിൽ ഒരു ഗുഡ് ഐഡിയ ഇല്ലെങ്കിൽ ആ ഒരു ഐഡിയ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത്, നിങ്ങളെ വിജയം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ബന്ധു നിങ്ങളെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു കണക്ക് പറഞ്ഞു തരാം. 1 + 1 = 3. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കഥയാണ്. ഇത് പറയാനാണോ ഇപ്പോൾ വിളിച്ചത്? അതല്ല. അതിന് താഴെ മറ്റൊരു 1 + 1 = 111 ഉണ്ട്. അഥവാ 1 കൂട്ടണം 1 കൂട്ടണം 1 കൂട്ടണം എന്ന് പറയുന്ന ആ സാധനത്തിന്റെ ഒരു 111ന്റെ പവർ കിട്ടുന്ന, ഒരു 111ന്റെ പവർ ഉള്ള ഒരു സാധനമുണ്ട്. ആ സാധനം പറയാനാണ് നിങ്ങളെ ഇങ്ങോട്ട് നിങ്ങളുടെ ബന്ധു, നിങ്ങളുടെ സുഹൃത്ത് സ്വാഗതം ചെയ്തത്. എന്താണ് ആ 111ന്റെ പവർ കിട്ടുന്ന സാധനം നോക്കാം. അതിലെ ആദ്യത്തെ 1, ഈ 111 കിട്ടണമെങ്കിൽ അതിലെ ആദ്യത്തെ 1 എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറയുന്ന മേഖലയാണ്. നമുക്ക് എത്ര പേർക്ക് അറിയാം? ഹെൽത്ത് മേഖല നമുക്ക് എല്ലാവർക്കും അറിയുന്ന മേഖലയാണ് പ്രൊഫസറെ. ഹോസ്പിറ്റൽ മേഖല, ഫാർമസ്യൂട്ടിക്കൽ മേഖല, ഇങ്ങനെയുള്ള ഈ ക്ലിനിക്ക്, ഇങ്ങനെയൊക്കെ നമുക്ക് ഹെൽത്ത് മേഖല ആക്കാം. എന്നാൽ ഹെൽത്തിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്ന, ഹെൽത്തിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന മറ്റൊരു മേഖലയുണ്ട്. അതിന്റെ പേരാണ് വെൽനസ് എന്ന് പറയുന്ന മേഖല. ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എക്കണോമിസ്റ്റ് പ്രിഡിക്റ്റ് ചെയ്ത ഒരു കാര്യമുണ്ട്. നെക്സ്റ്റ് ദ ട്രാപ്പ് $1 ഇൻഡസ്ട്രി, അടുത്ത വരാൻ പോകുന്ന മില്യൺ അല്ല, ബില്യൺ അല്ല, $1 ട്രില്യൺ ഇൻഡസ്ട്രി ആണ് ഹെൽത്ത് ആൻഡ് വെൽനസ്. അത് പറയാനുള്ള കാരണം ഒരൊറ്റ ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ മതി. ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി. ആരോഗ്യം വന്ന് അല്ലെങ്കിൽ ആരോഗ്യം ക്ഷയിച്ചിട്ട് അതിനെ തിരിച്ചെടുക്കാനാണോ നിങ്ങൾക്ക് താല്പര്യം? അല്ലെങ്കിൽ രോഗം വരാതിരിക്കാനാണോ നിങ്ങൾക്ക് താല്പര്യം? രോഗം വന്ന് ചികിത്സിക്കാനാണോ നിങ്ങൾക്ക് താല്പര്യം? രോഗം വരാതിരിക്കാനാണോ താല്പര്യം?
അബ്സല്യൂട്ട്ലി. എല്ലാവരും പറയും രോഗം വരാതിരിക്കും. അത് തന്നെയാണ് വെൽനസിന്റെ സാധ്യത. ഇന്ന് ലോകോത്തര നിലവാരമുള്ള ഒരുപാട് വലിയ കോർപ്പറേറ്റ് കമ്പനികൾ പോലും അവരുടെ ഉൽപ്പന്നങ്ങൾ വെൽനസിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സിപ്ലാം അടക്കമുള്ള വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ പോലും വെൽനസ് മേഖലയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെൽനസ് എന്ന് പറയുന്ന മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ വരുമാന സ്രോതസ് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു മേഖലയുണ്ട്, ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് വളരുന്ന മറ്റൊരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന മറ്റൊരു മേഖലയുണ്ട്. ഇത് ഒരുപാട് പുരാതന കാലം മുതലേ ഇന്ത്യയിലും ലോകത്തുമുള്ള ഏറ്റവും വലിയ ഒരു മാർക്കറ്റിംഗ് സ്രോതസ്സാണ് ഡയറക്ട് സെല്ലിംഗ്. ഉപഭോക്താക്കൾക്ക് നേരിട്ട് പ്രൊഡക്റ്റ് എത്തിച്ചെടുക്കുന്ന ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം. ഇടനിലക്കാരനെയും പരസ്യക്കാരനെയും ഒഴിവാക്കിക്കൊണ്ട് അതിലുണ്ടാകുന്ന ആ വരുമാന സ്രോതസ്സിന് സാധാരണക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഡയറക്ട് സെല്ലിംഗ്. ഇന്ന് ഡൊണാൾഡ് ട്രംപിന് സ്വന്തമായിട്ട്, അമേരിക്കൻ പ്രസിഡന്റിന് സ്വന്തമായിട്ട് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുണ്ട്. ഇന്ത്യയിൽ ഇന്ന് 100-130 വർഷം പഴക്കമുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതം പച്ചപിടിപ്പിക്കാനും നിങ്ങൾ കൊടുക്കുന്ന അധ്വാനത്തിന് അനുസൃതമായിട്ടുള്ള വരുമാനം ഉണ്ടാക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഇനി മൂന്നാമത്തെ ഒന്നുണ്ട്, നമുക്ക് മരിക്കുന്നതല്ല ലോകം അവസാനിക്കുന്നത് വരെ ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു മേഖല. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്റർനെറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പണ്ട് നമ്മൾ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കില്ല, TV കൊടുക്കില്ല, ഇങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പക്ഷേ ഇന്ന് കുട്ടികൾ പഠിക്കുന്ന പോലും ആ സാധനത്തിനകത്താ. റേഷൻ കടയിൽ പോയാലും തമ്പിംബ്രഷം കൊടുത്തിട്ട് ഓൺലൈൻ വഴിയായിട്ടാണ് ഈ സാധനം നമുക്ക് അരിയും പഞ്ചസാരയും മണ്ണെണ്ണയും കിട്ടുന്നത്. ആ രീതിയിലേക്ക് ഇന്റർനെറ്റ് കടന്നു കയറിയിട്ടുണ്ട്. ഇതാണ് ബിൽ ഗേറ്റ്സ്. ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ബിസിനസ് ഇന്റർനെറ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ്സിലുണ്ട്, ഇല്ലെങ്കിൽ ഔട്ട് ഓഫ് ദി ബിസിനസ് ആണ്, നിങ്ങൾ ബിസിനസിന്റെ പുറത്താന്നാ പറഞ്ഞത്. ഇന്ന് ലോകത്ത് 21,000 കോടിയാണ് യൂട്യൂബിലൂടെ നമ്മുടെ ഇന്ത്യക്കാർ മാത്രം ഏൺ ചെയ്തത്. എന്തുപയോഗിച്ചിട്ട്? ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ട്. കഴിഞ്ഞ ആ ഒരു സമയത്ത് 2023-24 വർഷത്തിൽ ആമസോണും ഫ്ലിപ്കാർട്ടും മാത്രം ഉണ്ടാക്കിയത് 26,000 കോടിയാ. എന്തുകൊണ്ട്? ഇന്റർനെറ്റ് കൊണ്ട്. അപ്പൊ നിങ്ങൾ ഇന്റർനെറ്റിൽ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതം പച്ചപിടിപ്പിക്കാൻ ഈ ഒരൊറ്റ മേഖല മതി. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഹെൽത്ത് ആൻഡ് വെൽനസും അതുപോലെ തന്നെ ഡയറക്ട് സെല്ലിങ്ങും ഇന്റർനെറ്റും നിങ്ങൾക്ക് കിട്ടുകയെങ്കിൽ, ഒറ്റ മിനിറ്റ് കേട്ടോ. ഒരൊറ്റ മിനിറ്റ്, ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഞാൻ നോക്കിയില്ലായിരുന്നു. ഡിസേബിൾ. ഓക്കെ, ഇനി വരച്ചോളൂ. ഇന്റർനെറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ, ഡയറക്ട് സെല്ലിംഗ് നിങ്ങളുടെ കൈ കിട്ടിയാൽ, ഹെൽത്ത് ആൻഡ് വെൽനസ് നിങ്ങളുടെ കൈ കിട്ടിയാൽ, ഇത് ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രവർത്തിച്ചാൽ പോലും നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ആവും. പക്ഷേ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ത്യയിൽ ഇത് മൂന്ന് കൂടി ഒരുമിച്ച് കിട്ടുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് കമ്പനി ഉണ്ട്. ആ കമ്പനിയുടെ പേരാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. സ്വന്തമായിട്ട് ഇന്ന് 25,000 സ്ക്വയർ ഫീറ്റിൽ ഓൺ ബാംഗ്ലൂർ പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു ഫേമാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. സ്വന്തമായിട്ട് വിവ ടവർ ഉള്ള ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ. അതുപോലെ തന്നെ ഇൻഡസ് വിവയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് ബയോ ആക്റ്റീവ് ജപ്പാൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന ടോക്കിയോ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ജാപ്പനീസ് ബേസിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ എല്ലാ ഫോർമുലേഷൻസും ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രൊഡക്ഷൻ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നിയർലി 5,50,000 യൂണിറ്റ് പെർ പ്രോസസിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉള്ള ഇന്ത്യയിലെ ജോയിന്റ് കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. സർട്ടിഫിക്കേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ന് സാപ്പ് ഇന്റഗ്രേറ്റഡ് ആണ്. വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് സോഫ്റ്റ്വെയർ ആണ് സാപ്പ് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ. അത് ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ബ്രാൻഡ് കമ്പനിയാണ് ഇൻഡസ് വിവ. അതുപോലെ തന്നെ CIA മെമ്പർ ഓഫ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നതിലെ ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ള പ്രായം കുറഞ്ഞ ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ. GMP സർട്ടിഫൈഡ് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് അപ്രൂവ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉള്ള കമ്പനിയാണ്. അതുപോലെ തന്നെ കോശ സർട്ടിഫിക്കറ്റ്, അലേർട്ട് സർട്ടിഫിക്കറ്റ്, അങ്ങനെ ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കറ്റ് അടക്കം ലോകോത്തര നിലവാരമുള്ള ഒരുപാട് സർട്ടിഫിക്കേഷൻ ഉള്ള കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയാവുന്ന ഒരു അവാർഡ് ആൻഡ് റെക്കഗ്നേഷൻ ആണ്. ഇന്ന് ഒരുപാട് കമ്പനികൾ എങ്ങനെ ഗവൺമെന്റിന് ടാക്സും GSTയും കൊടുക്കാതെ വഞ്ചിക്കാം എന്ന് നോക്കുമ്പോൾ ഇന്ത്യയിൽ 2023 ഏറ്റവും കൂടുതൽ GST അടച്ചതിന് GST ഡിപ്പാർട്ട്മെന്റ് നമുക്കൊരു സർട്ടിഫിക്കേഷൻ തന്നു. അപ്രീസിയേഷൻ ബൈ GST ഡിപ്പാർട്ട്മെന്റ് നമ്മളെ അപ്രീസിയേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, ഒരു സർട്ടിഫിക്കറ്റ് തന്നു. 100% ടാക്സും GST കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ. അതുപോലെ തന്നെ ലോകത്ത് പല കമ്പനികളുണ്ട്, ഇന്ത്യയിൽ പല ബ്രാൻഡഡ് കമ്പനികളുണ്ട്. പക്ഷെ അവരെല്ലാം തന്നെ പിന്തള്ളിക്കൊണ്ട് ദ ബെസ്റ്റ് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അവാർഡ് കിട്ടിയ ഒരു കമ്പനി കൂടിയാണ് ഇൻഡസ് വിവ. അതുപോലെ തന്നെ സ്റ്റേറ്റ് എക്സ്പോർട്ട് എക്സലന്റ് അവാർഡ് കർണാടകയിലെ ചീഫ് മിനിസ്റ്റർ കയ്യിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റുകൾ കയറ്റി അയക്കുന്നതിന്റെ ഒരു അവാർഡും നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിക്ക് കിട്ടിയിട്ടുണ്ട്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എന്താണ് നമ്മൾ വിൽക്കുന്നത്? കമ്പനി നിങ്ങൾ കേട്ടു, സാഹചര്യങ്ങൾ നിങ്ങൾ കേട്ടു, എന്താണ് നമ്മൾ വിൽക്കുന്നത്?
നിൽക്കുന്നതെന്ന് കൂടി വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളോട് പറയാം. നമ്മുടെ കമ്പനി മുന്നോട്ട് വെക്കുന്ന ആശയം ഇതാണ്: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. രോഗം വന്ന് ചികിത്സിക്കുന്നതാണ് നല്ലത്, രോഗം വരാതിരിക്കാൻ വേണ്ടി നോക്കുക. ഇന്ന് രോഗികളുടെ എണ്ണം ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലും ഫാർമാസ്യൂട്ടിക്കലും ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. പക്ഷെ അപ്പോഴും രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് നമുക്ക് പിഴച്ചത്? ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഹെൽത്തിന് വേണ്ടി എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചാൽ നാളെ നമ്മൾ നമ്മുടെ സമയവും പണവും വെറുതെ ആവശ്യമില്ലാതെ ഇല്ലസ് മേഖലയിൽ കൊണ്ടു കളയേണ്ട ആവശ്യമില്ല. പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. രോഗം വന്ന് ചികിത്സിക്കാനാണ് നല്ലത്, രോഗം വരാതിരിക്കാൻ വേണ്ടി നോക്കുക. അതിന് പറ്റിയ എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? ഇന്ന് ലോകോത്തര നിലവാരമുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ ഇന്ത്യയിൽ അവൈലബിൾ ആണെന്ന് പറയുന്നു. പക്ഷേ ഒരു പ്രോഡക്റ്റിനും FSSAIയോ അല്ലെങ്കിൽ FMCG പ്രൊഡക്റ്റുകളോ അല്ലാത്ത FHB കാറ്റഗറിയിൽപ്പെട്ട ഫങ്ഷണൽ ഹെൽത്ത് ബിവറേജ് കാറ്റഗറിയിൽപ്പെട്ട ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉള്ള ലോകോത്തര നിലവാരമുള്ള അഥവാ ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കറ്റ് 100% നാച്ചുറലും 0 സൈഡ് എഫക്റ്റുമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇന്ന് കമ്പനി പരിചയപ്പെടുത്തുന്ന iPulse എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇത് 2014 മുതൽ ഇങ്ങോട്ട് 2025 ഈ ദിവസം വരെ സൂപ്പർ ബ്രാൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് iPulse എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് തന്നെയാണ് ഈ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത. ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ കണ്ടുവരുന്ന ക്വാളിറ്റിഡ് ആയിട്ടുള്ള ഒരു പഴമുണ്ട്, അതിന്റെ പേരാണ് അസൈബറി. ഈ അസൈബറി കണ്ടുപിടിച്ചത് നമ്മൾ ആരുമല്ല. ആ അസൈബറി കണ്ടുപിടിച്ചത് അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള നാസ അവരുടെ ആസ്ട്രോണേഴ്സിന് വേണ്ടിയിട്ട്, അവരുടെ ബഹിരാകാശ യാത്രികർക്ക് വേണ്ടിയിട്ട് സ്കിൻ ക്യാൻസറും ഏജിങ്ങും സംഭവിക്കുന്ന സമയത്ത് അവരെ അതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഞ്ഞും പയറും ചെറുപയറൊന്നും ബഹിരാകാശത്ത് കൊണ്ടുപോകാൻ കഴിയില്ല, അവിടെ പോയി കഴിക്കാനും പറ്റില്ല. സോ അതിനു മുന്നേ 6 മാസം ഇവിടെ ഇരുത്തിക്കൊണ്ട് അവർക്ക് ഈ അസൈബറി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ASTEN എന്ന് പറയുന്ന സ്പേസ് ഡ്രിങ്ക് 6 മാസം കൊടുക്കും. അവർ തിരിച്ചു വന്നാൽ പോലും ക്യാൻസറോ അല്ലെങ്കിൽ റേഡിയേഷനോ അവരുടെ ശരീരത്തിൽ ഡിറ്റക്ട് ചെയ്യില്ല. അത്രയും ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അസൈബറി എന്ന് പറയുന്ന പഴം. ഈ അസൈബറി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഇപ്പോ നിലവിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു പ്രൊഡക്റ്റേ ഉള്ളൂ. ആ പ്രൊഡക്റ്റിന്റെ FHB കാറ്റഗറിയിൽപ്പെട്ട ഒരൊറ്റ പ്രൊഡക്റ്റ് ഉള്ളൂ. ആ പ്രൊഡക്റ്റ് ആണ് iPulse എന്ന് പറയുന്നത്. അസൈബറി നമ്പർ 1 ഇമ്മ്യൂണിറ്റി ഹെൽത്ത് സപ്പോർട്ടർ ആണ്, ഹാർട്ട് സപ്പോർട്ടർ ആണ്, ക്യാൻസർ സപ്പോർട്ടർ ആണ്. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കൊടുക്കാൻ പറ്റിയ ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. iPulseനെ കുറിച്ച് വളരെ സിമ്പിൾ ആയിട്ടൊരു വാക്ക് പറയുകയാണെങ്കിൽ, ശരീരത്തിന് ആവശ്യമുള്ളത് കൊടുക്കുകയും ശരീരത്തിന് ആവശ്യമില്ലാത്തതിനെ പുറന്തള്ളുകയും ചെയ്യുന്നതോടുകൂടി ശരീരം എല്ലാം നമുക്ക് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മുടെ iPulseന്റെ പ്രത്യേകത. സോ ഇനി ഐ ആം മൂവിംഗ് ദ നെക്സ്റ്റ് പ്രൊഡക്റ്റ്. ഇത് ഐ കോഫി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇന്ന് നിലവിൽ നമ്മുടെ കമ്പനി പോലും അറിയപ്പെടുന്നത് ഈ കോഫിയുടെ പേരില. അത്രയും 45ഓളം രാജ്യങ്ങളിലേക്ക് നമ്മൾ ബ്രാൻഡ് ചെയ്യപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് ഐ കോഫി എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. 2 വേരിയന്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ബ്ലാക്ക് ഉണ്ട്, ക്രീമറുണ്ട്. കട്ടൻ കാപ്പി ഇഷ്ടപ്പെടുന്നവർക്ക് അത് കുടിക്കാം, മിൽക്ക് കാപ്പി ഇഷ്ടപ്പെടുന്നവർക്ക് അതും കുടിക്കാം. സോ ഈ പ്രൊഡക്റ്റിന്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡയബറ്റീസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും വരാൻ ചാൻസ് ഉള്ളവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ വേൾഡിലെ ഏറ്റവും നമ്പർ 1 ഹെർബൽ കോഫിയാണ് ഐ കോഫി എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇത് റെഗുലർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇൻസുലിൻ അടിക്കുന്ന ആളാവട്ടെ ടാബ്ലറ്റ് ഉപയോഗിക്കുന്ന ആളാവട്ടെ, രാവിലെയും വൈകുന്നേരം ഒരു കോഫി കുടിക്കുന്ന ലാഘവത്തോടു കൂടി നമ്മൾ ഇതിനെ കുടിക്കുകയാണെങ്കിൽ, റെഗുലർ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഗ്രാജുവലി നമ്മുടെ ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ശരീരത്തിന് ക്വാളിറ്റിയിലേക്ക് എത്തുകയും ആഫ്റ്റർ സൈഡ് എഫക്ട് ഇല്ലാത്ത ഒരു ലൈഫ് നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യും. ഇനി ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഷുഗറിനെ ബാലൻസ് ചെയ്യുന്ന ചരക സംഹിതയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മധുമേഹ, പ്രമേഹം, ഡയബറ്റീസ് ഉള്ളവർക്ക് ഏകനായകം വെള്ളത്തിലിട്ട് പാനം ചെയ്താൽ മതി. ഈ ഏകനായകം നായ്ക്കുരന പരിപ്പും കോഫി ബീൻസുമാണ് ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ മൂന്നാമത്തെ ഒരു പ്രൊഡക്റ്റിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതിന്റെ പേരാണ് ഐസ്ലിം ഫ്ലാറ്റ് ടമ്മീസ് എന്ന് പറയുന്നത്. ശരീരത്തിന് ഐറ്റിനൊത്ത വെയിറ്റിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഐസ്ലിം എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ്. ഇത് തന്നെ അമേരിക്കയുടെ FB3 ഫ്യൂഷൻ ഇൻഗ്രീഡിയന്റ് ആണ്. ഇന്ത്യയിൽ FB3 ഉപയോഗിക്കുന്ന മറ്റൊരു പാറ്റൻസിയും ഇല്ല. സോ ഇന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് ശരീരത്തിനകത്തുള്ള കൊഴുപ്പിനെ കത്തിച്ച് കളഞ്ഞുകൊണ്ട് നല്ല കൊഴുപ്പിനെ പ്രദാനം ചെയ്യാൻ പറ്റുന്ന അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഐസ്ലിം ഫ്ലാറ്റ് ടമ്മീസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. 4 ഫ്ലേവറിൽ നമുക്ക് അവൈലബിൾ ആണ്. വളരെ ടേസ്റ്റി ആയിട്ട് രാത്രി ഡിന്നർ സ്കിപ്പ് ചെയ്തുകൊണ്ട് നമുക്കൊരു ചോക്കോബാർ സാവകാശം ചവച്ചരച്ച് കഴിച്ചുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ ശരീരത്തിനെ കൊഴുപ്പിനെ കത്തിച്ച് കളഞ്ഞ് നാച്ചുറൽ ആയിട്ട് നമുക്ക് ഒരു ഐഡിയൽ വെയിറ്റിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. സോ മൂവിംഗ് ദ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഈസ് ഐ ഗ്ലോ. ഒരുപാട് ആളുകൾക്ക് മുഖം സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് പല ലോപനങ്ങളും മുഖത്തും മേത്തൊക്കെ തേക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് വെളുത്ത് പാറിയവരെല്ലാം കിഡ്നി പോയ ആളുകളാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അകത്തേക്ക് കഴിച്ചുകൊണ്ട് ന്യൂട്രാ കോസ്മെറ്റിക് കാറ്റഗറിയിൽ പെട്ടുള്ള ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ആ പ്രൊഡക്റ്റിന്റെ പേരാണ് ഐ ഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റ് റെഗുലർ ആയിട്ട് രാവിലെയും വൈകുന്നേരം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റിന് ശേഷം നിങ്ങൾ കഴിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യും. എവിടുന്ന് തുടങ്ങും? ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യും. ലിവറിനെ
ഡീടോക്സിഫിക്കേറ്റ് ചെയ്തുകൊണ്ട് ശരീരത്തിനകത്തുള്ള കേടുകളെ മാറ്റിക്കൊണ്ട് സ്കിന്നിനെ ഗ്ലോ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. നമ്മുടെ ഇവിടെ ഒരു ഗ്ലോ ഒരു ടോൺ ഉണ്ട്, നമ്മുടെ സ്കിന്നിന്റെ ഇവിടെ ഈ ടോണിലേക്ക് നമുക്ക് മാറാൻ സാധിക്കുന്ന ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഐ ഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ആവശ്യമില്ലാത്ത കോസ്മെറ്റിക്കും ആവശ്യമില്ലാത്ത ക്രീമും ഒക്കെ തേക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ നമ്മുടെ ഐ ഗ്ലോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ടുകൾ ഉള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഐ ആം മൂവിംഗ് ദ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ഫൈനൽ പ്രൊഡക്റ്റ് ഈസ് ഐ കെയർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇന്ത്യയിൽ ഇന്ന് സൂപ്പർ ബ്രാൻഡ് പ്രൊഡക്റ്റുകളിലേക്ക് അവകാശപ്പെടാൻ പറ്റുന്ന മറ്റൊരു പ്രൊഡക്റ്റ് ആണ്. 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് വേണ്ടി മാത്രം കുർക്കുമിൻ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുകൊണ്ട് ബോസ്വെല്ല ആസ്പെറാക്സ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് വുമൺ വെൽനെസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കമ്പനി ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ്. രാവിലെയും വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്നതിന്റെ അരമണിക്കൂർ മുന്നേ ഇത് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ലേഡീസിനെ സംബന്ധിച്ച് ആർത്തവിരാമത്തിന് ശേഷം അവർക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നു. ഇതിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓസ്റ്റിയോ വെൽനസ് ആണ്, അതുപോലെ ഗെറ്റ് വെൽനസ് ആണ്, ഹോർമോൺ വെൽനസ് ആണ്, കോസ്റ്റിയോസ് വെൽനസ് ആണ്. അങ്ങനെ ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഹോർമോണിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഐ കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഈ 5 പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കമ്പനി മാനുഫാക്ചർ ചെയ്ത് നമ്മളെ മുന്നിൽ സബ്മിറ്റ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് നമുക്ക് ഇതൊരു ബിസിനസ് ആക്കി മാറ്റാൻ നോക്കുക? ഈ കഴിഞ്ഞ 5 പ്രൊഡക്റ്റുകളും ഇന്ന് ഇന്റർനാഷണൽ പ്രസൻസ് നോക്കുകയാണെങ്കിൽ 43ഓളം രാജ്യങ്ങൾ നിലവിൽ നമുക്ക് ഇന്റർനാഷണൽ പ്രസൻസ് ഉണ്ട്. നിലവിൽ നമ്മൾ ചെയ്യുന്ന കച്ചവടം എന്താണെന്ന് വളരെ വിശദീകരമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്ന് നമ്മളെ കയ്യിൽ 5 പ്രോഡക്റ്റുകൾ ഉണ്ട്. ഈ 5 പ്രോഡക്റ്റുകൾ നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ട്രഡീഷണൽ മാർക്കറ്റിൽ ഈ പ്രൊഡക്റ്റുകൾ കിട്ടില്ല. കാരണം എന്താണ്? ഇത് ഉൽപാദകരിൽ നിന്നും ഇടനിലക്കാരനും പരസ്യക്കാരനും വാങ്ങി മാർക്കറ്റിൽ എത്തിക്കുമ്പോഴേക്കും അതിന്റെ പർപ്പസ് നഷ്ടപ്പെടും. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ഫവാസ് സാറിനോട് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെ? ഫവാസ് സാറെ നല്ല പ്രൊഡക്റ്റ് ആണ്. കോഹ്ലി പറയുന്നു ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. ഒരിക്കലും കോഹ്ലി അത് കുടിച്ചിട്ടല്ല പറയുന്നത്. ഈ പരസ്യം ചെയ്യുന്ന ആളുകൾ ആരും ഈ പ്രൊഡക്റ്റുകളൊന്നും ഉപയോഗിക്കാറില്ല. പക്ഷെ ഞാൻ ഉപയോഗിച്ച എനിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഞാൻ ഇവിടെ ട്രഡീഷണൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴിയല്ല ഞാൻ ചെയ്യുന്നത്. എന്താണ്? ഇവിടെ കസ്റ്റമേഴ്സ് ടു കസ്റ്റമേഴ്സിലേക്ക് എന്ത് ചെയ്യും? ഈ ഒരു പ്രൊഡക്റ്റുകൾ എത്തിച്ചു കൊടുക്കാൻ കഴിയും. ഇവിടെ നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുകയാണെങ്കിൽ റിച്ച് പീപ്പിൾ എന്നും റിച്ച് പീപ്പിൾ ആണ്. ഒരു പ്രൊഡക്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുകയാണെങ്കിൽ സാധാരണക്കാരനൊന്നും കിട്ടുന്നില്ല. ഇപ്പൊ എത്രയോ കോടീശ്വരന്മാർ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് പല പ്രൊഡക്റ്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുണ്ട്. അവരത് കടയിൽ കൊണ്ടുപോയി വിൽക്കുന്ന സമയത്ത് അവർക്ക് മാത്രമാണ് ലാഭം ഉണ്ടാകുന്നത്. ഈ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു ലാഭം ഉണ്ടാകുന്നില്ല. അങ്ങനെയല്ല, ഒരു കൺസ്യൂമർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് ഞാൻ ബിൽഡ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഉപഭോക്താക്കളിൽ നിന്ന് ഞാൻ കസ്റ്റമറിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രൊഡക്റ്റ് എന്റെ കമ്പനിയിൽ നിന്ന് നേരിട്ട് അതിന്റെ ഇടനിലക്കാരനും പരസ്യക്കാരനും ഞാനായിക്കൊണ്ട് കമ്പനിയിൽ നിന്നും നേരിട്ട് പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ അതിന്റെ 70%, എത്ര ശതമാനം? 70% റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നിടത്ത് എനിക്ക് 50% റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിട്ടും. അഥവാ ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ നമുക്ക് 500 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻ ആണ് ഉള്ളത്. അഥവാ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന സാധാരണ ഒരു കസ്റ്റമർ ആയിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വരാം. വെറും കസ്റ്റമർ ആയിക്കൊണ്ട് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന കസ്റ്റമർ ആകാം. ഇനി അതല്ല, നിങ്ങൾക്ക് വിവാ റീറ്റെയിലർ ആയി മാറണം, അഥവാ ഈ പ്രൊഡക്റ്റ് വിറ്റ് 500 രൂപ ലാഭം ഉണ്ടാക്കുന്ന ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം, റീറ്റെയിൽ ചെയ്യാം, 500 രൂപ ഉണ്ടാക്കാം. പക്ഷേ ഞാൻ ഗൾഫ് നിർത്തി വന്ന സമയത്ത് എനിക്ക് ഈ ബിസിനസ് തലയിൽ കയറിയത് വിവാ ബിസിനസ് ഓണർ ആകുക എന്നുള്ളതാണ്. എന്ത് സാധനമാണെങ്കിലും എനിക്ക് എന്റെ മുതലാളിയാണെന്നുള്ളൊരു വാശിയുള്ള മനുഷ്യനാണ് ഞാൻ. സോ ആ ഒരൊറ്റ ചിന്ത കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഈ വിവാ ബിസിനസ് ഓണർ ആകാൻ വേണ്ടിയിട്ട് ഒറ്റ ആഴ്ച കൊണ്ട് 12 പ്രൊഡക്റ്റ് വിറ്റുകൊണ്ട് ഞാൻ ഈ ബിസിനസ്സിലെ വിവാ ബിസിനസ് ഓണർ ആയിട്ട് മാറി. എനിക്ക് പ്രൊഡക്റ്റ് ഉപയോഗിക്കാം, റീറ്റെയിൽ ചെയ്യാം, പുതിയ ആളുകളെ എന്റെ ബിസിനസ്സിൽ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് എനിക്ക് കൂടുതൽ ഫ്രാഞ്ചൈസീസുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഒരുപാട് ബെനിഫിറ്റുകൾ എന്ത് ചെയ്യുന്നു? എനിക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആരും നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. സോ ഇനി എങ്ങനെയാണ് ഒരു VBO ആയി മാറുക? ഞാൻ നേരത്തെ പറഞ്ഞു, എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു 3 പേർക്ക്, എന്റെ കുടുംബത്തിൽപ്പെട്ട അമ്മാവനും അമ്മായിക്കും എന്റെ അളിയനും 3 പേർക്ക് 4 പ്രൊഡക്റ്റ് വെച്ച് ഞാൻ സെൽ ചെയ്തു. 4 പ്രൊഡക്റ്റ് അവർക്ക് ഞാൻ കൊണ്ടേ കൊടുത്തു, കാശ് മേടിച്ചു, ഞാൻ VBO ആയി. ആ VBO ആയ നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാന്നതിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴിയാണ്. ഇവിടെ നോക്കുക, ഞാൻ ഈ പ്രൊഡക്റ്റിന്റെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ് എടുത്തത്. എനിക്ക് ഫ്രീ ഓഫ് കോസ്റ്റില് ഡിസ്ട്രിബ്യൂഷൻ കിട്ടി. 12 പ്രൊഡക്റ്റ് ഞാൻ വിറ്റു, എനിക്ക് ഡിസ്ട്രിബ്യൂഷൻ കിട്ടി. ഇതേപോലെ എനിക്ക് എന്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിലേക്ക് അടുത്ത ഏരിയയിലുള്ള ആളുകൾക്കും ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫ്രാഞ്ചൈസീസുകൾ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. മൈ ഡിയർ ഫ്രണ്ട്, ഇന്ന് മെക്ഡൊണാൾഡ് വിൽക്കുന്നത് ബർഗർ ആണോ? അല്ല, അവർ ഫ്രാഞ്ചൈസിയാ വിൽക്കുന്നത്. ഈ സ്റ്റാർബക്സ് വിൽക്കുന്നത് കോഫിയാണോ? അല്ല, അവർ ഫ്രാഞ്ചൈസീസാ വിൽക്കുന്നത്. MA യൂസുഫ് അലി സാഹിബ് ഇപ്പോഴും ലുലുമാൾ തുറന്നുകൊണ്ടിരിക്കുന്നു. എന്താണ്? അദ്ദേഹത്തിന് അടുത്ത് കാശില്ലാത്തതുകൊണ്ടാ? ഇനിയും വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ടാ. ഒരു 100 തലമുറക്കുള്ളത് അദ്ദേഹം ഇപ്പൊ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു ഫ്രാഞ്ചൈസിയിലൂടെ ഉണ്ടാകുന്നത് അടുത്ത ലോകത്തിന്റെ അടുത്ത വളർച്ചയാണ്. 600ഓളം പേർക്കാണ് ഒരു ദിവസത്തേക്ക് ജോലി കൊടുക്കുന്ന യൂസുഫ് അലി. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ഫ്രാഞ്ചൈസി കൊടുക്കുമ്പോൾ നിങ്ങളുടെ ബന്ധുവിന്, നിങ്ങളുടെ സുഹൃത്തിന് നിങ്ങളിലൂടെ ഒരു വരുമാന സ്രോതസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഒരു ക്രിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ കമ്മ്യൂണിറ്റി, ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തു. ഞാനും ഫവാസ് സാറും സുധീർ ഭായും കൂടി ഈ ബിസിനസ് ആരംഭിച്ചു. ഞങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തു. ആദ്യത്തെ വീക്കിൽ ഞാനൊരു 12 പ്രൊഡക്റ്റിന്റെ
പ്രൊഡക്റ്റിന്റെ കച്ചവടം നടത്തൂ, അടുത്ത വീക്കിൽ ഞാനൊരു 12 പ്രൊഡക്റ്റിന്റെ കച്ചവടം നടന്നാൽ ഈ കച്ചവടം നടന്നതിലൊക്കെ എനിക്കൊരു പ്രോഫിറ്റ് വരും. സുധീർ ഭായിന്റെയും ഫവാസ് സാറിന്റെ ഓർഗനൈസേഷനിൽ ഒരു 600 ഗ്രൂപ്പോളിയം എന്ന് പറഞ്ഞാൽ 24 പ്രൊഡക്റ്റിന്റെ കച്ചവടം. അടുത്തത് സുധീർ ഭായിന്റെ ഓർഗനൈസേഷനിൽ ഒരു 36 പ്രൊഡക്റ്റിന്റെ കച്ചവടം നടന്നു. അവിടെ കമ്പനി നോക്കുക ഏത് ഭാഗമാണ് കുറഞ്ഞു നിൽക്കുന്നത്. ഫവാസ് സാറിന്റെ ഭാഗമാണ് അവിടെ കുറഞ്ഞു നിൽക്കുന്നതെങ്കിൽ ഫവാസ് സാറിന് വിറ്റ ആ പ്രൊഡക്റ്റുകൾ ഈക്വൽ ചെയ്തുകൊണ്ട് സുധീർ ഭായും ഫവാസ് സാറും കൂടി മൊത്തം 48 പ്രൊഡക്റ്റ് വിറ്റ എന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 6000 രൂപയാണ്. ഞാൻ ഒരു പ്രൊഡക്റ്റ് വിറ്റില്ലെങ്കിലും എന്റെ ഫ്രാഞ്ചൈസി ബിസിനസ്സിലൂടെ എനിക്ക് കിട്ടുന്നത് 6000 രൂപയാണ്. അത് അങ്ങനെ 2000 ഗ്രൂപ്പോളിയമായി മാറുന്ന സമയത്ത് കമ്പനി എനിക്ക് എന്ത് ചെയ്യും, ഈ 12000 രൂപ വരുമാനമായിട്ട് നൽകും. അങ്ങനെ ഓരോ ആഴ്ചയിലും നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റുകളുടെ 1 രൂപ പോലും നമുക്ക് ലോസ് ഇല്ലാതെ എന്റെ 2 ഓർഗനൈസേഷനിൽ വിറ്റ പ്രൊഡക്റ്റുകളുടെ വരുമാനം കണക്ക് കൂട്ടിക്കൊണ്ട് 5000 ഗ്രൂപ്പോളിയമായി മാറുന്ന സമയത്ത് കമ്പനി എനിക്ക് 50000 രൂപ ഒരു വീക്കിലിട്ടോ 50000 രൂപ പ്രോഫിറ്റ് അയച്ചു തരും. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. 1,00,000 രൂപ നമുക്ക് വീക്കിലി പ്രോഫിറ്റ് കിട്ടും. 10000 ഗ്രൂപ്പോളിയമാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. 2,50,000 രൂപ വീക്കിലി 25,000 ഗ്രൂപ്പോളിയം അഥവാ 1000 പ്രൊഡക്റ്റുകളുടെ കച്ചവടം നിങ്ങളുടെ ഒരു ഓർഗനൈസേഷനിലും 1000 പ്രൊഡക്റ്റുകളുടെ കച്ചവടം മറു ഓർഗനൈസേഷൻ നടക്കുന്ന ആ വീക്ക് നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ 2,50,000 രൂപ ആ വീക്കില്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇങ്ങനെ നമ്മുടെ 2,50,000 രൂപ മാസം 10 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മേഖലയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ചിന്തിക്കണം, 2025 നമുക്ക് 1 ലക്ഷം രൂപയാണ് മാസ വരുമാനമെങ്കിൽ അല്ലെങ്കിൽ മാസ ചെലവെങ്കിൽ 2040 ആകുമ്പോഴേക്കും 10 ലക്ഷം രൂപ ഉണ്ടാക്കാൻ ഇപ്പോഴേ നിങ്ങൾക്കൊരു അവസരം ഇവിടെ കിട്ടിയിട്ടുണ്ട്. 1,30,00,000 രൂപ വാർഷിക വരുമാനം ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നിങ്ങൾക്കൊരു ട്രഡീഷണൽ മാർക്കറ്റിലാണ് 1,30,00,000 രൂപ നിങ്ങൾക്ക് ആനുവലി ഇൻകം കിട്ടണമെങ്കിൽ മിനിമം 10 കോടി മുതൽ 15 കോടി വരെ നിങ്ങൾ ചെലവാക്കാൻ തയ്യാറാവണം. അങ്ങനെ നിങ്ങളടുത്ത് ചെലവാക്കാൻ തയ്യാറില്ലെങ്കിൽ 1,30,00,000 രൂപ വാർഷിക വരുമാനമായി വാങ്ങാൻ നിങ്ങൾക്ക് ആകെ ചെയ്യേണ്ടത് ഈ അസോസിയേഷൻ, നിങ്ങൾ ഈ ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് പഠിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവുക. കമ്പനി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഗംഭീരമായിട്ടുള്ള റിവാർഡ്സുകൾ നൽകുന്നുണ്ട്. 500 എന്ന് പറയുന്ന റാങ്കിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ നിങ്ങൾക്കും നിങ്ങളുടെ കോപ്ലിക്കനും അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് കമ്പനി നൽകുന്നുണ്ട്. 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആട്ടോ നിങ്ങൾ ഇതിലെ സ്റ്റാർ 500 എന്ന് പറയുന്ന റാങ്ക് എത്തുമ്പോൾ, അഥവാ നിങ്ങൾ സ്റ്റാർ 1000 റാങ്കിൽ എത്തുമ്പോൾ കമ്പനി നിങ്ങൾക്ക് തരുന്നത് സ്റ്റാർ സമ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഗംഭീര ട്രെയിനിങ് പ്രോഗ്രാം. നിങ്ങൾക്കും നിങ്ങളുടെ കോ അപ്ലിക്കന്റ് ആരാണോ അയാൾക്കും അബ്സല്യൂട്ട്ലി ഒരു 5 സ്റ്റാർ പ്രോപ്പർട്ടിയിൽ ഫ്രീ ആയിട്ട് 3 ദിവസം ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടും. ഇനി റൂബി എക്സിക്യൂട്ടീവ് എന്ന റാങ്കിലേക്ക് എത്തുമ്പോൾ തായ്ലാന്റ് എന്ന് പറയുന്ന അതിമനോഹരമായ രാജ്യത്തേക്ക് നിങ്ങളുടെയും നിങ്ങളുടെ കോ അപ്ലിക്കന്റെയും അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് കിട്ടും. ഈ വരുന്ന 27, 28, 29, 30 ഞങ്ങൾ എല്ലാവരും തായ്ലാന്റിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പേൾ എക്സിക്യൂട്ടീവ് എന്ന റാങ്കിലേക്ക് എത്തുമ്പോൾ നിങ്ങളെ കമ്പനി കൊണ്ടുവന്ന് മലേഷ്യയിലേക്കാണ്. അതുപോലെ എമറാൾഡ് എത്തുമ്പോൾ ഉസ്ബെക്കിസ്ഥാനിലേക്കും, സഫേർ എത്തുമ്പോൾ ദുബായ് എന്ന് പറയുന്ന രാജ്യത്തേക്കുമാണ് കമ്പനി നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇനി അങ്ങനെ നിങ്ങൾ 1 വർഷമോ 2 വർഷമോ 3 വർഷം കൊണ്ടോ കമ്പനിയുടെ 1 കോടി രൂപ പ്രോഫിറ്റ് വാങ്ങിയ എക്സിക്യൂട്ടീവ് ഡയമണ്ട് എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തുകയാണെങ്കിൽ കമ്പനി നിങ്ങളെ കൊണ്ടുപോകുന്നത് സിംഗപ്പൂർ അതിമനോഹരമായ ആ ഒരു ക്രൂയിസിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ എല്ലാവരും ഭാഗ്യവാന്മാരാണ്. ഈ ബിസിനസ്സിലെ 2.5 ലക്ഷം രൂപ എന്ന് പറയുന്ന സാധനം ആഴ്ചയിൽ വാങ്ങുകയും ഇന്ന് കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കിയ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിന്റെ അവസാന ഭാഗത്ത് കാണാൻ സാധിക്കും. വെറും 26 വയസ്സുള്ള ഒരു വ്യക്തി ഈ ബിസിനസ്സിലൂടെ കോടികൾ വരുമാനം ഉണ്ടാക്കിയ ആ വ്യക്തിയെ നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ബിസിനസ് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾ VBO ആയി മാറുമ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. BOM അഥവാ ബിസിനസ് ഓണേഴ്സ് മീറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുകയും നിങ്ങളുടെ ബിസിനസ് എങ്ങനെ ബിൽഡ് ചെയ്യണം, നിങ്ങളുടെ പ്രൊഡക്റ്റ് സെയിലിംഗ് എങ്ങനെ കൂട്ടണം, നിങ്ങൾ എങ്ങനെ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യണതിനെ കുറിച്ചുള്ള ഫ്രീ ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെ 3 ഡയമെൻഷൻ സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടീം ജീവൻ ആനന്ദ് എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരിക്കും. വൈബ്രന്റ് വായ് എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ഈ കമ്പനി തരുന്നുണ്ട്. അത് വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ, പഠിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ മുന്നോട്ട് പോവേണ്ടത്. കഴിഞ്ഞ 2014 തുടങ്ങിയ കമ്പനി 2025 മാർച്ച് 28 വരെ കണക്കെടുത്തപ്പോൾ ഇന്ത്യയിൽ 101 കോടീശ്വരന്മാരാണെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, വളരെ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ പറയും, മാർച്ച്, ഏപ്രിൽ, മെയ് 5 ആയിട്ടുള്ളൂ ഇന്ന്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ 101 എന്നുള്ളത് 104ലേക്കാണ് നമ്മൾ എത്തിച്ചിട്ടുള്ളത്. ഏപ്രിൽ മാസം കൊണ്ട് മാത്രം 4 കോടീശ്വരം 3 കോടീശ്വരന്മാരെ അധികം ക്രിയേറ്റ് ചെയ്ത കമ്പനിയാണ് ഇൻഡസ്വിവ. ഇൻഡസ്വിവയുടെ ലക്ഷ്യം പോലും അടുത്ത വരുന്ന 2030 കൂടിയിട്ട് 1000 കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ പഞ്ചായത്തിലും ഓരോ വില്ലേജിലും ഇറങ്ങി ചോദിച്ചാൽ ഉണ്ടാവണം അവിടെ ഒരു കോടീശ്വരം. ഇതാണ് നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിലെ ഏറ്റവും പവർഫുൾ ആയിട്ട് എടുത്തു പറയാൻ പറ്റും, കേരളത്തിൽ മാത്രം 23 കോടീശ്വരന്മാരെ
ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്ലാൻ പ്രസന്റേഷൻ തരുന്ന ടീം ജീവൻ ആനന്ദ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ കഴിഞ്ഞ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഇൻഡസ്ട്രിയിൽ ഈ ഒരു വിവാഹ ജീവിതത്തിൽ 12 കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു കോടീശ്വരനെ നിങ്ങൾക്ക് ഇന്ന് കാണാൻ സാധിക്കും. സോ എടുക്കുന്ന തീരുമാനം അത് നിങ്ങളുടെ തീരുമാനമായിരിക്കണം. നിങ്ങൾ എടുത്തു വെക്കുന്ന സ്റ്റെപ്പ് അത് നിങ്ങളുടെ ഡെസ്റ്റിനി ക്ലിയർ ചെയ്യും. ഇൻ ദ മൊമെന്റ്സ് ഓഫ് ഡിസിഷൻ ഡെസ്റ്റിനി ഷേപ്പ്ഡാണ്. എടുക്കുന്ന തീരുമാനം അവനവൻ്റെതാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു വെളിച്ചം കിട്ടും. സ്റ്റാർട്ട് യുവർ ബ്രാൻഡ് ന്യൂ കരിയർ. നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ഫോം കിട്ടും. ആ ഫോം നിങ്ങളൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് KYDS കൊടുത്തുകൊണ്ട് നിങ്ങളെ ബിസിനസ്സിന് പ്രൊഡക്റ്റുകളുടെ ഓർഡർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ സാധിക്കും. വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ സ്റ്റാർ റാങ്കിലേക്ക് എത്താൻ നിങ്ങൾ എല്ലാവരെയും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഐ ആം ഓവർ ടു അവർ ബ്യൂട്ടിഫുൾ ഹോസ്റ്റ് മിസ്റ്റർ ഫവാസ് മണ്ണാർമല. താങ്ക് യു റോസ് സാർ. വളരെ അടിപൊളിയായിട്ട് തന്നെ സാറ് നമുക്ക് പ്ലാൻ പ്രസന്റ് ചെയ്ത് തന്നു. ഇന്ന് ഒരുപാട് പേര് പുതുതായിട്ട് ഈ പ്ലാൻ കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് കയറി. ഒരാൾക്കും നഷ്ടപ്പെടാത്ത രീതിയിൽ ഏതൊരു സാധാരണക്കാരനും വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ റൌസ് സാർ നമുക്ക് പ്ലാൻ പ്രസന്റ് ചെയ്ത് തന്നിട്ടുണ്ട്. താങ്ക് യു റൌസ് സാർ. നമുക്ക് റൌസ് സാറിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ ക്ലാപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, റൌസ് സാർ നമുക്ക് വളരെ മനോഹരമായിട്ട് ഒരാൾക്ക് പോലും ചെറിയൊരു സംശയം പോലും ഇല്ലാത്ത രീതിയിൽ റൌസ് സാർ നമുക്ക് നമ്മുടെ കമ്പനിയുടെ ബിസിനസിന്റെ പ്ലാൻ പ്രസന്റ് ചെയ്ത് തന്നു. എന്നാലും നിങ്ങൾക്ക് ചെറിയ ആളുകൾക്കൊക്കെ ചിലപ്പോൾ സംശയങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യമാണോ, അല്ലെങ്കിൽ ഇതിലൂടെ ആരെങ്കിലും വരുമാനം ഉണ്ടാക്കുന്നുണ്ടോ, ഇതൊക്കെ ചെയ്ത ആരെങ്കിലും വിജയിക്കുമോ, ഇങ്ങനെയുള്ള 1-2 സംശയങ്ങൾ ഇപ്പോഴും ചിലപ്പോൾ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം എടുത്തുകൊണ്ട് 2 പേരുടെ എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ കേൾക്കാൻ പറ്റുന്നുണ്ടാവും. അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്, ഇന്ന് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 20 ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങി വീക്കിലി 50,000 രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങാൻ പറ്റുന്ന കമ്പനിയുടെ എമറാൾഡ് എക്സിക്യൂട്ടീവ് റാങ്കിലിരിക്കുന്ന ഞങ്ങളുടെ ഗ്രേറ്റ് ലീഡർ വിഷ്ണു സാറിനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യാണ്. പ്ലീസ് വെൽക്കം വിഷ്ണു സാർ. Okay, thank you so much, Fawaz sir, for your warm welcome. Once again, good afternoon to all. എന്റെ പേര് വിഷ്ണു എന്നാണ്. സ്വദേശം തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്ന ദേശത്താണ്. ഈ ഒരു സംരംഭത്തിലോട്ട് വരുന്നതിന് മുമ്പ് L&T മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. മാസ വരുമാനം പറയുകയാണെങ്കിൽ വെറും 12,000 രൂപ. ഒരു ദിവസത്തെ വരുമാനം എന്ന് പറയുന്നത് 461 രൂപ. എന്നെ സംബന്ധിച്ചോളം ജോലി കിട്ടിയ സമയത്താണ് എനിക്ക് മനസ്സിലായത്, ജോലി എടുത്തുകൊണ്ട് എന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിറവേറ്റാൻ പറ്റില്ല എന്നൊരു ബോധ്യം വന്നു ജോലി കിട്ടിയ സമയത്ത്. അങ്ങനെ എന്തെങ്കിലും ആ ഒരു ജോലി നിർത്തിക്കൊണ്ട് എന്തെങ്കിലും ഒരു സംരംഭത്തിലോട് വരണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് എന്റെ സുഹൃത്തിന് അവസരം പരിചയപ്പെടുത്തിയത്. ഈ അവസരം പരിചയപ്പെടുത്തിയ സമയത്ത് എനിക്ക് മനസ്സിലായി, വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വേഗതയിൽ പ്രവർത്തിച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണെന്ന് മനസ്സിലായി. എന്റെ ജോലി റിസൈൻ ചെയ്തു. ഫുൾ ടൈം കരിയർ ആയിട്ട് ഇൻഡസിവ എന്ന് പറയുന്ന ഈ അവസരത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ട്, മൈ ഡിയർ ഫ്രണ്ട്സ്, അവിടെ 23 വർഷം പണിയെടുത്താൽ കിട്ടുന്ന വരുമാനം, അതായത് ഏകദേശം 30 ലക്ഷത്തിലധികം വരുമാനം ഈ സംരംഭത്തിലൂടെ എനിക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഒരു മുതൽ മുടക്കേണ്ട, എന്താ പറയുക, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ ഒരു ആശയം വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ ഓരോരുത്തരും വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് നല്ലൊരു വീട് വയ്ക്കാനും നല്ലൊരു വാഹനം മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിറവേറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു സംരംഭകനായി മാറണം എന്നുള്ളതാണ്. നിങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിലൂടെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിങ്ങൾക്ക് നിറവേറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിന്റെ സംരംഭത്തിന്റെ ഭാഗമായി നിങ്ങൾ പ്രവർത്തിക്കുക. അതിനുവേണ്ടി എല്ലാവരും എന്തുണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. കാരണം വാ തുറന്ന് സംസാരിക്കാൻ, വ്യക്തമായി സംസാരിക്കാൻ അറിയാത്തൊരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചോളം ഒരു എക്സ്പീരിയൻസോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ഈ സംരംഭത്തിലൂടെ ഇത്രമാത്രം വരുമാനം എന്ത് ചെയ്യാൻ പറ്റി, ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളെ ലീഡേഴ്സ് പറയുന്നത് കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, വിജയിച്ച ആളുകൾ നമുക്ക് എന്ത് വഴി കാണിക്കാനുണ്ട്. ആ വഴി കാണിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സംരംഭത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ട് വലിയൊരു നേട്ടം എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ എനിക്ക് വളരെ പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, എന്റെ ഈ ഒരു സംരംഭത്തിലൂടെ വന്നതിന്റെ ഭാഗമായി മാത്രം, ഇൻഡസ്ട്രി ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ട് മാത്രം എന്റെ പെറ്റ അമ്മനെയും കൊണ്ട് ഇന്റർനാഷണൽ ട്രിപ്പ് എന്ത് ചെയ്യാൻ പറ്റി, എനിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചു. ഏകദേശം ഒരാഴ്ചത്തോളം എന്ത് ചെയ്യാൻ പറ്റി, തായ്ലൻഡ് എന്ന് പറയുന്ന അതിമനോഹരമായ രാജ്യത്തേക്ക് എന്റെ മാതാവിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി, എനിക്ക് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ വളരെ പ്രൗഡാണ്, ഈ ഒരു സംരംഭത്തിലോട്ട് വരുന്നതിന് മുമ്പ് ഒരു സ്വന്തമായി കാറ് വാങ്ങുമെന്നോ അതുപോലെ സ്വന്തം കാറിൽ നിന്ന് സഞ്ചരിക്കുമെന്നോ ഒന്നും വിചാരിച്ച ഒരാളല്ല. എന്നെ സംബന്ധിച്ചോളം വളരെ പ്രൗഡാണ്. ഈ ഒരു സംരംഭത്തിന്റെ ഭാഗമായതുകൊണ്ട് ടാറ്റ തിയാഗോ എന്ന് പറയുന്ന വണ്ടി വാങ്ങാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. സോ
നല്ലൊരു തീരുമാനം എടുത്തുകൊണ്ട് നിങ്ങൾ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത വ്യക്തിനെ 100% വിശ്വസിച്ചുകൊണ്ട് ഈ സംരംഭത്തിലുള്ള എല്ലാവരും കടന്നു വരിക, വലിയൊരു നേട്ടങ്ങൾ ഉണ്ടാക്കുക. അതിനുവേണ്ടി എല്ലാവർക്കും നിങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്ന ആ ഒരു പ്രപഞ്ച ശക്തി അനുഗ്രഹം തരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓവർ ടു ഫവാസ് സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വിഷ്ണു സാർ. വിഷ്ണു സാർ എക്സ്പീരിയൻസ് ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് ഉണ്ടാക്കിയ മാറ്റങ്ങളെ കുറിച്ച് വിഷ്ണു സാർ വളരെ മനോഹരമായിട്ട് പറഞ്ഞു. ഇന്ന് ഈ ഒരു പ്ലാൻ കേൾക്കുമ്പോൾ ഒരുപാട് ലേഡീസ് ഉണ്ട്, ഒരുപാട് ജെൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലേഡീസിനൊക്കെ ഒരു മൈൻഡ് ഉണ്ടാവും, ഇത് ലേഡീസിനെ കൊണ്ട് പറ്റും. ഇപ്പൊ വിഷ്ണു സാറിന് ചെയ്യാൻ പറ്റും, വിഷ്ണു സാർ ഒരു ആണാണ്, അതുകൊണ്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റും, ലേഡീസിനെ കൊണ്ട് പറ്റും എന്നുള്ള മൈൻഡിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒരു ലേഡി ഓണ്ടർപ്രണറുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം. ഇന്ന് ഒരു വീട്ടമ്മയായിരിക്കെ, ഒരു ഹൗസ് വൈഫ് ആയിരിക്കെ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇന്ന് കമ്പനിയുടെ പേൾ എക്സിക്യൂട്ടീവ് എന്ന റാങ്കിൽ ഇരുന്നുകൊണ്ട് ഇന്ന് 15 ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങിയിട്ടുള്ള ഞങ്ങളുടെ ഗ്രേറ്റ് ലീഡർ ഫർസാന മാഡത്തെ അത് വാല്യുബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ഫർസാന മാഡം. താങ്ക് യു സോ മച്ച് ഫവാസ് സർ. ഓഡിയബിൾ ആണോ? ഓക്കെ ആണ് മാഡം. ഓക്കെ, എന്റെ പേര് വളരെ മനോഹരമായി ഫവാസ് സർ പരിചയപ്പെടുത്തി. എന്റെ പേര് ഫർസാന, സ്വദേശം പെരിന്തൽമണ്ണന്റെ അടുത്ത് കരിങ്ങളത്താണി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്ന് ഞാനും നിങ്ങളെ പോലെ ഈ ഒരു സൂം മീറ്റിംഗിൽ ഇരുന്നിട്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ കേൾക്കുന്നത്. കേട്ട സമയത്ത് ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു, കാരണം എനിക്ക് ഇത് അത്ര താല്പര്യം ഇല്ലാത്ത പോലെ ആയിരുന്നു. പക്ഷെ അന്ന് എന്റെ കയ്യിൽ 2 ചെറിയ കുട്ടികൾ ഉണ്ടായിരുന്നു. അവരെ വെച്ചും കൊണ്ട് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും, ഡിഗ്രിയും PGയും BEd ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവരെ വെച്ചും കൊണ്ട് ജോബിന് പോവാ എന്നുള്ളത് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റിയിരുന്നില്ല. ആ ഒരു സമയത്താണ് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ സമയത്ത് ഞാനൊന്ന് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴാണ് കൊറോണ എന്ന മഹാമാരി വന്നത്. ആ കൊറോണ വന്ന സമയത്ത് എനിക്ക് തോന്നി, ഈ എന്തൊക്കെ പഠനം ഉണ്ടെങ്കിലും, എത്ര തന്നെ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും, നമ്മുടെ നാട്ടിൽ ഇത്രയും ഓരോ സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക, എത്ര ജോബ് ഉണ്ടെങ്കിൽ പോലും ഒരു കാര്യമില്ല എന്നുള്ളത് മനസ്സിലായി. അവരെ വെച്ചും കൊണ്ട് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്ത സമയത്ത് ഒരു വരുമാനവും ഇല്ലാതെ ഹസ്ബൻഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്ന ആ ഒരു സമയത്ത് എന്റെ അക്കൗണ്ടിലേക്ക് ഓരോ വീക്കിലും വരുമാനം വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് എനിക്ക് മനസ്സിലായി ഈ ഒരു ഓപ്പർച്യൂണിറ്റി നന്നായി ഏറ്റെടുത്ത് കമ്മിറ്റ്മെന്റോട് കൂടി വർക്ക് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളത് മനസ്സിലായി. അങ്ങോട്ട് ഇറങ്ങി പ്രവർത്തിച്ചു. ഓരോ വീക്കിലും ഓരോ മാസത്തിലും വരുമാനം കൂടാനും, അതുപോലെ തന്നെ ഇതിൽ റൗസർ പ്ലാൻ പ്രസന്റേഷൻ ചെയ്ത സമയത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അല്ലെ, നമുക്ക് ട്രിപ്സുകൾ, ഒരുപാട് ഇന്റർനാഷണൽ ട്രിപ്സുകൾ കിട്ടും എന്നുള്ളത്. ഹസ്ബൻഡിന്റെ കൂടെ UAE-യിലും സൗദി അറേബ്യയിലൊക്കെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഇന്റർനാഷണൽ ട്രിപ്പായിട്ട് പോയിട്ടില്ല. അത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്തത് കൊണ്ട് എനിക്ക് 2 തവണ അച്ചീവ് ചെയ്യാനും അവിടെ പോയി വരാനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ ഒറ്റയ്ക്ക് അച്ചീവ്മെന്റ്സ് മാത്രമല്ല, ഇവിടെ ഒരുപാട് സ്ത്രീ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജെൻസ് ആയിക്കോട്ടെ, എല്ലാവരുടെ ലൈഫിലേക്ക് എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടാക്കിയ അതേ മാറ്റം അവരുടെ ലൈഫിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് എന്റെ വീട്ടിലിരുന്ന് എനിക്ക് ഒരു മാസം 1,70,000 രൂപ വരെ ഉയർത്താനും, ഒരാഴ്ച 70,000-ന് മുകളിൽ വരുമാനം വാങ്ങിയെടുക്കാനും ഇന്ന് എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ലേഡീസ് ഉണ്ടാകും, നമുക്കെല്ലാം ഇത് പറ്റുമോ, അല്ലെങ്കിൽ ഇതെല്ലാം നടക്കുമോ, ചെറിയ കുട്ടികളുണ്ട് അവരെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ എന്നെയും കൊണ്ട് പറ്റിക്കണു എന്നുണ്ടെങ്കിൽ നിങ്ങളെയും കൊണ്ട് എല്ലാവരെയും കൊണ്ടും പറ്റുന്നുണ്ടാവും. അപ്പൊ നല്ലൊരു തീരുമാനം എടുക്കുക, എല്ലാവരുടെയും ലൈഫിൽ നല്ലൊരു മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് വിവ. താങ്ക് യു ഓൾ. താങ്ക് യു ഫർസാന മാഡം. അപ്പൊ നമ്മള് നല്ല പ്ലാൻ കേട്ടു, 2 പേര് വിജയിച്ചുകൊണ്ടിരിക്കുന്ന 2 പേരുടെ എക്സ്പീരിയൻസ് കേട്ടു. ഇനി നമ്മുടെ പ്രോഗ്രാമിന്റെ ക്ലോസിംഗ് സെഷൻ ആണ്. അതിനു വേണ്ടിയിട്ട് നമുക്കിന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് തന്നെ ഇവിടെ അവൈലബിൾ ആണ്. റൗസാർ പ്ലാൻ പ്രസന്റ് ചെയ്ത സമയത്ത് പറഞ്ഞു, നമ്മുടെ 12ഓളം കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ടീം ജീവൻ ആനന്ദ് എന്നുള്ളത്. അതിലൂടെ കോടീശ്വരനായിട്ടുള്ള ഒരു മഹത് വ്യക്തി ഇന്ന് നമുക്കിവിടെ അവൈലബിൾ ആണ്. അദ്ദേഹത്തെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, പഠന സമയത്ത് ഒരു ഫാൻസി ഷോപ്പിൽ ഒരു എക്സ്ട്രാ ഇൻകം, ഒരു പാർട്ട് ടൈം ആയിട്ട് വർക്കിന് നിൽക്കുന്ന സമയത്ത് ഒരു ഫാൻസി ഷോപ്പിൽ നിന്നുകൊണ്ടാണ്
അദ്ദേഹം ഈ ഒരു പ്ലാൻ കേൾക്കുന്നത്. അങ്ങനെ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തു. ഏതൊരാളുടെയും ആഗ്രഹമാണ് ജീവിതത്തിൽ ഫാസ്റ്റ് ആയിട്ട് സേഫ് ആവണം, നല്ല രീതിയിൽ രക്ഷപ്പെടണം, ഒരു 25-30 വയസ്സാകുമ്പോഴേക്ക് എല്ലാ ബാധ്യതകളൊക്കെ തീർത്ത് നമ്മുടെ ഡ്രീമൊക്കെ അച്ചീവ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അങ്ങനെ എല്ലാവരുടെയും സ്വപ്നങ്ങളാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 26-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ എല്ലാ ഡ്രീമും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് വലിയ വലിയ ഡ്രീംസിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാം ഗ്രേറ്റ് ലീഡർ, ഇന്ന് 200 ലക്ഷം രൂപക്ക് മുകളിൽ, അതായത് 2 കോടി രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങിയിട്ടുള്ള, ഇന്ന് 26 വയസ്സ് മാത്രം പ്രായമുള്ള ഞങ്ങളുടെ എല്ലാം ഗ്രേറ്റ് ലീഡർ, കമ്പനിയുടെ എക്സിക്യൂട്ടീവ് പർപ്പിൾ ഡയമണ്ട് ആയിട്ടുള്ള മുഹമ്മദ് ഉനൈസ് സാറിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. പ്ലീസ് വെൽക്കം ഉനൈസ് സാർ. Okay, wonderful. Good afternoon, all. പേര് പരിചയപ്പെടുത്തി, മുഹമ്മദ് ഉനൈസ്, സ്വദേശം മലപ്പുറം ജില്ലയിലാണ്. ഇന്ന് ആദ്യമായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കുന്ന ഓരോ വ്യക്തികളും ശരിക്കും ഭാഗ്യവാന്മാരാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇതിനേക്കാൾ നല്ലൊരു അവസരം നിങ്ങളുടെ ലൈഫിൽ ഇനി കിട്ടാനില്ല. കാരണം ഈ ഒരു അവസരത്തിന്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി, നല്ലൊരു നെറ്റ്വർക്ക് കണക്ഷനും ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ എവിടെ നിന്നിട്ടും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് എവറി വീക്ക്, എല്ലാ വീക്കിലും നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് ഇന്ന് വളരെ മനോഹരമായിട്ട് റോസ് സാർ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്തത്. ഈ ഒരു അവസരം എൻ്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത് തീർച്ചയായും യാദൃശികമായിട്ട് കൂട്ടുകാരനാണ് എന്നോട് ഈ ബിസിനസ് പരിചയപ്പെടുന്നത്. ഇന്ന് എന്നെ മ്യൂസിക് ഒക്കെ ഇട്ടാണ് വിളിച്ചത്. പക്ഷെ ഈ ബിസിനസ്സിലോട്ട് ഞാൻ വരുന്ന സമയത്ത് എൻ്റെ ഒരു അവസ്ഥ പറയാണ് ബിഗ് സീറോ ആണ്, വട്ടപ്പൂജ്യം എന്ന് പറയില്ലേ, കയ്യിൽ 1 രൂപ പോലും ഇല്ലാത്തൊരവസ്ഥ. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് കൂട്ടുകാരൻ എന്നോട് ഈ ബിസിനസ് പറയുന്നു. എടാ ഉനൈസ്, അടിപൊളി ബിസിനസ് ഉണ്ട്, മുടക്കുന്ന എമൗണ്ട് 1 മാസം കൊണ്ട് തിരിച്ചു കിട്ടും, എല്ലാ വീക്കിലും ബാങ്ക് അക്കൗണ്ട് വരുമാനം വരും. എനിക്ക് ഒരൊറ്റ പോയിന്റ് ഇഷ്ടമായത്, ഏതാണ്? എല്ലാ വീക്കിലും ബാങ്ക് അക്കൗണ്ടിൽ വരുമാനം വരും. ഇതന്നെയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഈ ബിസിനസ് ഏറ്റെടുക്കുകയാണെങ്കിൽ, കൃത്യമായിട്ട് എഫേർട്ട് എടുത്ത് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ, എല്ലാ ആഴ്ചയിലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ഈ ബിസിനസ്സിലൂടെ വരുമാനം വാങ്ങാൻ പറ്റും. ആ ഒരൊറ്റ പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ തീരുമാനിച്ചു. എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനം എടുത്തു. ഇതിലോട്ട് വരുന്ന സമയത്ത് ഡിഗ്രി സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നുണ്ട്, പാർട്ട് ടൈം ആയിട്ട് ഒരു ഫാൻസി ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം കേട്ടത്. അപ്പൊ ഈ ബിസിനസ്സിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. B2C ആയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും, B2B ആയിട്ടും നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. B2C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആധാർ, നമുക്കിതിൽ ID പ്രൂഫ് ആയിട്ട്, ID ക്രിയേറ്റിനായിട്ട് വേണ്ടത് ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, ഈ 3 ID പ്രൂഫാണ് നമുക്ക് വേണ്ടത്. എൻ്റെ അടുത്ത് ഈ ബിസിനസിന്റെ പ്ലാൻ കേൾക്കുന്ന സമയത്ത് ആകെ ഉള്ളത് ആധാർ കാർഡാണ്, പാൻ കാർഡും ഇല്ല, ബാങ്ക് അക്കൗണ്ടും ഇല്ല. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ പാൻ കാർഡും ബാങ്ക് അക്കൗണ്ടും ഒക്കെ റെഡിയാക്കുന്നത്. എന്തായാലും ഈ 3 കാര്യങ്ങൾ ഞാൻ റെഡിയാക്കി. ഞാൻ പറഞ്ഞു വരുന്നത് ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് വേണം: ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്. ഇത് 3 നമുക്ക് ID ക്രിയേറ്റ് ആയിട്ട് വേണ്ടത്. ഇതുണ്ട് നിങ്ങൾക്ക് സീറോയിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ഒന്നും ചെയ്യാതെ B2C ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ കമ്പനി നമുക്ക് 14 തരത്തിൽ വരുമാനമുണ്ട്. അതുപോലെ ഈ കമ്പനിയുടെ എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ B2B ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ B2B ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഒരു ബിസിനസ് ഇന്ന് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ലക്ഷങ്ങളും കോടികളും വേണം. എസ്സോർണോ? നിങ്ങളുടെ ബിസിനസ് ചെയ്ത ആളുകൾ ചോദിക്കും, ലക്ഷങ്ങളും കോടികൾ വേണം. ലക്ഷങ്ങളും കോടികൾ ഉണ്ടായാൽ മാത്രം മതിയോ? ഇല്ല, ചെയ്യാനുള്ള എക്സ്പീരിയൻസ് വേണം, ലാൻഡ് വേണം, സ്റ്റോക്ക് എടുക്കണം. അങ്ങനെ ഹൈ റിസ്ക് ആണ്. പക്ഷെ ഈ ബിസിനസിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ B2B ആയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ഒരു ബിസിനസ്മാൻ ലെവലോട്ട് മാറാൻ പറ്റും. പക്ഷെ ആ B2B ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോടികളും ലക്ഷങ്ങളൊന്നും മുടക്കണ്ട. ഇന്ന് നിങ്ങൾ കേട്ട ഈ ബ്യൂട്ടിഫുൾ 5 പ്രൊഡക്റ്റ്, അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്ക് ഉപയോഗിക്കാനും വേണ്ടിയിട്ടുള്ള രീതിയിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്ന രീതിയിൽ നിങ്ങൾ ഒരു ഡസൺ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് B2B ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. B2B ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പ്രൊഡക്റ്റുകളും ഹോൾസെയിൽ പ്രൈസിന് കിട്ടും. നിങ്ങൾക്ക് MRPക്ക് നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ കൊടുക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നരക്ക് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആരോഗ്യം സെറ്റ് ആവും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു ആളുകൾ കൊടുത്തുകൊണ്ട് അവരുടെ ആരോഗ്യം സെറ്റ് ആക്കാനും നിങ്ങൾക്ക് മുടക്കിയ എമൗണ്ട് തിരിച്ചു പിടിക്കാനും പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ഒരു നഷ്ടസാധ്യതയില്ല. മുടക്കുന്ന എമൗണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തിരിച്ചു പിടിക്കാൻ പറ്റും. എന്നാലും തുടക്ക സമയത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം B2B ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് ഭയങ്കര ടാസ്ക് ആയതുകൊണ്ട്
ഭയങ്കര ടാസ്ക് ആയിരുന്നു. കാരണം ഒരുപാട് ഫ്രണ്ട്സിനോട് റിലേറ്റീവ്സിനോടൊക്കെ ചോദിച്ചു B2B ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫണ്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി. നമുക്ക് 37,200 എമൗണ്ട് വരുന്നത്. അതിൽ 6,000 രൂപ തിരിച്ച് നമ്മുടെ അക്കൗണ്ടിൽ തിരിച്ച് കയറുകയും ചെയ്യും. എന്നാലും ആ സമയത്ത് അത്രയും എമൗണ്ട് അറേഞ്ച് ചെയ്യാന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര റിസ്ക് ആയിരുന്നു. അപ്പൊ അവസാനം ഞാൻ ചെയ്തത്, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന എൻ്റെ ബൈക്ക്, ഒരു ഗ്രേ കളർ ഡിയോ ബൈക്ക് ഉണ്ടായിരുന്നു. ആ ബൈക്ക് വിറ്റിട്ടാണ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ കമ്പനിയുടെ വലിയൊരു ട്രെയിനിങ് പ്രോഗ്രാം ഭാഗ്യവശാൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അവിടെ നിന്നാണ് ശരിക്കും ഈ ഒരു ബിസിനസ് അവസരം ഞാൻ ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ എനിക്കും എൻ്റെ ഫാമിലിക്കും ഈ അവസരത്തിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. ഈ അവസരം ഞാൻ ഏറ്റെടുത്ത് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കും എൻ്റെ ഫാമിലിക്ക് ഉണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങൾ മനസ്സിലായി. ഞാൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ ഒരു അവസരം ഇവിടെ അടിപൊളിയായി മുന്നോട്ട് പോകുമെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അന്ന് ലൈഫ് ടൈം കരിയർ ആയിട്ട് ചെയ്യാൻ തീരുമാനം എടുത്തതാണ്. ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കാം. ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ ഇന്ന് ഞാൻ ഈ ബിസിനസ്സിലൂടെ ടോട്ടൽ ഏൺ ചെയ്ത വരുമാനം നോക്കുകയാണെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പറ്റും. എന്നെ ഒന്ന് ശ്രദ്ധിക്കുക, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാണാൻ പറ്റുന്ന കരുതുന്നു. ഇന്ന് ടോട്ടൽ ഈ ബിസിനസ്സിലൂടെ വാങ്ങിയ വരുമാനമാണ്. കാണുന്നുണ്ടോ പ്രൊഫസർ അല്ലെ? 2,17,69,250 രൂപ ഇന്ന് ടോട്ടൽ ഈ ബിസിനസ്സിലൂടെ പ്രോഫിറ്റ് ആയിട്ട് ഏൺ ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ അന്ന് ഇരിക്കുകയാണെങ്കിലോ ഇന്നും ആ ഫാൻസി കടയിൽ ഉണ്ടാവും. ക്യാഷ് നമ്മൾ ഉണ്ടായിട്ട് ചെയ്യലുണ്ടാവില്ല. ക്യാഷ് എങ്കിൽ ഒരു അവസരം, ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരു അവസരം കിട്ടുമ്പോൾ അതിലോട്ട് നമ്മൾ എങ്ങനെയും ഫണ്ട് അറേഞ്ച് ചെയ്ത് കയറി നിൽക്കുക എന്നുള്ള. അങ്ങനെ അന്ന് ആ ബൈക്ക് വിറ്റിട്ടാണെങ്കിലും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ഇന്ന് 2 കോടിക്ക് മുകളിൽ ഈ ബിസിനസ്സിലൂടെ പ്രോഫിറ്റ് ആയിട്ട് എനിക്ക് വാങ്ങാൻ പറ്റിയത്. ഞാൻ പറഞ്ഞു, കയ്യിലുണ്ടായിരുന്ന ബൈക്ക് വിറ്റിട്ടാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വീണ്ടും ഞാനൊരു ആക്റ്റീവ് എടുത്തു. ഈ ബിസിനസ്സിൽ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാനൊരു ആക്റ്റീവ് ബൈക്ക് എടുത്തു. പിന്നെ ഇതിൽ നിങ്ങൾ എല്ലാവരും ഫോക്കസ് ചെയ്യേണ്ട റാങ്കാണ് റൂബി റാങ്ക്. ആ റാങ്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിലൂടെ മാസം 60,000 രൂപ വരുമാനം കിട്ടുന്ന ലെവലിലോട്ട് എത്താൻ പറ്റും. ഞാൻ ആ റാങ്കിലോട്ട് എത്തി. ആ ഒരു മാസം 60,000 രൂപ വരുമാനം കിട്ടുന്ന സ്റ്റേജ് എത്തിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ ബിസിനസ്സിലൂടെ ഒരു സ്വിഫ്റ്റ് കാർ എടുത്തു. ആ കാർ എടുത്ത സമയത്ത് എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ലായിരുന്നു. ആദ്യത്തെ 6 മാസം കൂടെ ഉള്ളവരൊക്കെ ഓടിച്ചത്, പക്ഷെ കാർ പതുക്കെ ഓടിക്കാനൊക്കെ ഞാൻ പഠിച്ചു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ രണ്ടാമത്തെ ഒരു കാറിന്റെ കീ അത് കയ്യിൽ വെച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. 65 ലക്ഷം രൂപയിൽ വരുന്ന എൻ്റെ രണ്ടാമത്തെ കാറിന്റെ കീ ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അന്ന് ആ ബൈക്ക് വിൽക്കാതെ ആ കടയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇന്ന് അവിടെ തന്നെ ഉണ്ടാവും. അത് ഇന്ന് ഞാൻ അന്ന് അങ്ങനെ ഒരു ടാസ്ക് എടുത്തതുകൊണ്ടാണ് ഇന്ന് എൻ്റെ ഫാമിലിയിൽ, എൻ്റെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു പ്രീമിയം കാർ ഉപയോഗിക്കുന്ന, ഒരു BMW കാർ ഉപയോഗിക്കുന്ന ഒരൊറ്റ ഒരാളുള്ളൂ, അത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ലെവലിലോട്ടൊക്കെ എന്നെ മാറ്റിയത് ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ അതേ അവസരം തന്നെയാണ്. എനിക്ക് കിട്ടിയ അന്നത്തെ പ്ലാൻ തന്നെയാണ് ഇന്നത്തെ പ്ലാൻ, ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങളും ഇതുപോലെ നല്ലൊരു തീരുമാനം നിങ്ങൾ എടുക്കണം. നല്ലൊരു തീരുമാനം എടുത്തുകൊണ്ട് ഈ ഒരു അവസരത്തിലൂടെ നിങ്ങൾ കടന്നു പോകാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ആഗ്രഹങ്ങളും എന്ത് സ്വപ്നങ്ങളും ഇതിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. എന്ത് പ്രശ്നം നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ടോ ആ പ്രശ്നം നിങ്ങൾക്ക് സൊല്യൂഷൻ വേണോ, ഈ ഒരു അവസരത്തിലോട്ട് നിങ്ങൾ കയറി നിൽക്കുക. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായാൽ മാത്രം മതി. ഞാൻ 3G പറയുന്നത്, നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട്. 5G നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കാൻ പോകുന്ന മേഖല ഏതാണെന്ന് ഗൂഗിൾ നിങ്ങൾക്ക് ആൻസർ തരും. അത് ഇന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന ഈ മേഖലയിലാണ് ഇനി ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കാൻ പോകുന്നത്. ദെൻ രണ്ടാമത് നിങ്ങൾ നോക്കുക, കച്ചവട രീതിയായിട്ട് നടക്കാൻ പോകുന്നത് ഇൻഫ്ലുവൻസർ ഡിയർ മാർക്കറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ ഡയറക്ട് സെല്ലിംഗ് എന്ന മേഖലയിലാണ് ഇനി ഏറ്റവും കൂടുതൽ കച്ചവട രീതിയായിട്ട് ആളുകൾ ഏറ്റെടുക്കാൻ പോകുന്നത്. ദെൻ മൂന്നാമത്തെ ഇന്റർനെറ്റ്. ഏത് മേഖലയും ഇനി ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആവണം, ഇല്ലെങ്കിൽ ആ ബിസിനസ് ഔട്ടാവും. നമ്മുടെ ഈ ബിസിനസിന്റെ ബ്യൂട്ടി A to Z കാര്യങ്ങൾ ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് പ്രതിസന്ധിയിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് ഇനി 3 മേഖലയ്ക്കാണ് ഫ്യൂച്ചർ ഉള്ളത്. ഒന്ന് ഹെൽത്ത് ആൻഡ് വെൽനസ്, രണ്ടാമത് ഡയറക്ട് സെല്ലിംഗ്, 3 ഇന്റർനെറ്റ്. ഇത് 3 ഒരുമിച്ചുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഇൻഡസ് എന്ന കമ്പനി ഇന്ന് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത്, ഏത് മേഖലയിലും ആ മേഖലയിൽ നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട്, തെറ്റായ രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ. ആസിഡും വെള്ളവും രണ്ട് കാണാൻ ഒരുപോലെയാണ്, പക്ഷെ കഴിച്ചാൽ അറിയാം ആസിഡ് ഏതാണ് വെള്ളം ഏതാണ് എന്നതുപോലെ ഈ മേഖലയിലും ഒരുപാട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന കമ്പനി ഉണ്ട്, എന്നാൽ തെറ്റായ രീതിയിൽ വർക്ക് ചെയ്യുന്ന കമ്പനീസും ഉണ്ട്. എൻ്റെ ഈ ബിസിനസ്സിൽ കഴിഞ്ഞ 5-6 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ഈ മേഖലയിൽ എല്ലാം കൊണ്ടും ഓക്കെയാണ്. എല്ലാം കൊണ്ടും ഓക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 100-ൽ 100 മാർക്ക് ആർക്കും കൊടുക്കുക. ഒരു മിസ്റ്റേക്ക് പോലും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ചെയ്ത ആൾക്കാർ നമ്മൾ 100-ൽ 100 മാർക്ക് കൊടുക്കുക. എസ് ഓർ നോ അല്ലേ? അങ്ങനെ ഒരു മിസ്റ്റേക്ക് പോലും ഇല്ലാതെ 100-ൽ 100 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന, എങ്ങനെ നോക്കിയാലും നമ്മൾ പറയൽ തല കുത്തനെ നോക്കുക, എങ്ങനെ നോക്കിയാലും 100-ൽ 100 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന, എല്ലാം കൊണ്ടും ഓക്കെ ആയുള്ള ഒരു കമ്പനിയാണ് ഇന്ന് നിങ്ങൾ പ്ലാൻ കേട്ടിട്ടുള്ള ഇൻഡസ് എന്ന ഒരു കമ്പനി. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എടുത്ത് പറയാനുള്ളത് ഈ കമ്പനിയുടെ ലീഗാലിറ്റിയാണ്. കാരണം
നമ്മൾ വളരുമ്പോൾ പല ആളുകൾക്കും അടിയാണ്. കാരണം എന്താണ്, നമ്മൾക്ക് ഇവിടെ ഇടനിലക്കാര് പരസ്യക്കാരില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഇതിലോട്ട് വരുമ്പോൾ ട്രഡീഷണൽ മേഖല മറ്റു മേഖല നമുക്കെതിരെ ഉണ്ടാവും അല്ലെ. പലരും നമ്മുടെ കമ്പനിയെ വലിച്ച് താഴ്ത്തിടാൻ നോക്കിയിട്ടുണ്ട്. മൈ ഡിയർ ഫ്രണ്ട്സ്, അവിടെ എല്ലാം നിയമപരമായിട്ട് ഇന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ട് വിൻ ചെയ്തുകൊണ്ട് ഇന്ന് ഇൻഡസ് വന്ന ഈ കമ്പനി 100% നിയമപരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് കേരള ഹൈക്കോടതി, ആരുടെയാണ് നമുക്കത് മതിയല്ലേ, കേരളത്തിലാണ് അതിലുള്ള എല്ലാ ആളുകളും അല്ലെ. ഇന്ന് കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് കിട്ടിയിട്ടുള്ള ഒരൊറ്റ കൊളാബറേറ്റീവ് മാർക്കറ്റിംഗ് കമ്പനി ഇന്ത്യൻ മാർക്കറ്റിലുള്ളൂ. അത് ഇന്ന് നിങ്ങൾ പ്ലാൻ കേട്ടിട്ടുള്ള ഇൻഡസ് വന്ന കമ്പനിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% നിയമപരമായിട്ട് ഓക്കെ കമ്പനിയാണ് ഇൻഡസ് വന്ന കമ്പനി. ദെൻ രണ്ടാമത് കമ്പനിയുടെ പ്രൊഫൈൽ പറയുകയാണെങ്കിൽ വളരെ സ്ട്രോങ് പ്രൊഫൈലാണ്, വളരെ സപ്പോർട്ടീവ് മാനേജ്മെന്റ് ടീമാണ്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ്. 5 പ്രൊഡക്റ്റ് ആണ്. ഈ 5 പ്രൊഡക്റ്റിൽ ഏത് പ്രൊഡക്റ്റ് അടിപൊളി ചോദിച്ചാൽ എനിക്ക് പറയാൻ ഉത്തരമില്ല. ഇപ്പൊ ആപ്പിളിന്റെ ഫോൺ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, ആപ്പിളിന്റെ മാക്ബുക്കിൽ ഞാൻ സംസാരിക്കുന്നത്. ഇതിന്റെ മൊബൈൽ ഫോൺ ആണോ ഇതിന്റെ ഈ ലാപ്ടോപ്പ് ആണോ അടിപൊളി ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. രണ്ടും അടിപൊളിയാണ്. എന്നതുപോലെ എനിക്ക് കമ്പനിയുടെ ഏത് പ്രൊഡക്റ്റ് അടിപൊളി ചോദിച്ചാൽ ഉത്തരമില്ല, എല്ലാം അടിപൊളിയാണ്. കാരണം ഇപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഐപ്പിൾസ് നമ്മുടെ പ്രൊഡക്റ്റ് ആണ്, അത് നിങ്ങൾ കാണുന്നുണ്ട്, ഇതിന്റെ സ്കെയിലിൽ കാണുന്നുണ്ടാവും ഈ ഒരു സർട്ടിഫിക്കേഷൻ. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടല്ല നിങ്ങൾ ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും ഇതിന്റെ സർട്ടിഫിക്കേഷൻ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കേഷൻ ആണ്. കേന്ദ്ര ഗവൺമെന്റ് 5 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്: ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ. ഈ സർട്ടിഫിക്കേഷൻ പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ 100% നാച്ചുറൽ ആവണം, ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകാൻ പാടില്ല, എന്നാലേ പരിഗണിക്കുള്ളൂ. ഇതിൽ 2 ക്വാളിറ്റി ഉണ്ട്. ആയുഷിന് സ്റ്റാൻഡേർഡ് ഉണ്ട്, ആയുഷിന് പ്രീമിയം ഉണ്ട്. ആയുഷിന് സ്റ്റാൻഡേർഡ് ഇന്ത്യയിൽ സുപ്പീരിയർ ക്വാളിറ്റിയാണ്, ഇന്ത്യയിൽ മാത്രം മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആയുഷിന് പ്രീമിയം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ക്വാളിറ്റിയാണ്. നമ്മുടെ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഐപ്പിൾസും ഐകോഫിയും ആയുഷിന്റെ പ്രീമിയം സർട്ടിഫൈ ചെയ്ത പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് രാജ്യത്തേക്കും നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും. ദെൻ പിന്നെ പറയാനുള്ളത് ഇൻകം പ്ലാൻ ആണ്. പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന് പറയുന്ന പോലെയാണ്. കൃത്യമായിട്ട് നിങ്ങൾ കട്ടക്ക് നിന്ന് എഫേർട്ട് എടുത്ത് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ഇവിടെ നമ്മുടെ ബിസിനസ് ശനിയാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുക, വെള്ളിയാഴ്ച ക്ലോസിംഗ് ആണ്. ആ 7 ദിവസം നിങ്ങൾ എത്ര ബിസിനസ് ചെയ്തു അതിന്റെ ഇൻകം ചൊവ്വാഴ്ച വൈകുന്നേരം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വരും. ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ. ഏത് ബാങ്കിലാണ് അക്കൗണ്ട്? ആ അക്കൗണ്ടിക്ക് എല്ലാ ചൊവ്വാഴ്ചയും നിങ്ങൾക്ക് വരുമാനം വാങ്ങാൻ പറ്റും. ഈ ബിസിനസ് നിങ്ങൾ സിൻസിയർ ആയിട്ട് ഏറ്റെടുത്ത് നമ്മളിവിടെ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ. വെറുതെ ഇരുന്ന ക്യാഷ് കിട്ടില്ല, കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കണം. നിങ്ങൾക്ക് തീരുമാനിക്കാം ആഴ്ചയിൽ 10,000 വേണോ, ആഴ്ചയിൽ 20,000 വേണോ, ആഴ്ചയിൽ 30,000 വേണോ, ആഴ്ചയിൽ 50,000 വേണോ, നിങ്ങൾക്ക് തീരുമാനിക്കാം. വരുമാനം തരാൻ കമ്പനി റെഡിയാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയുള്ള ഒരു ഇൻകം പ്ലാൻ ആണ്. പിന്നെ പറയുന്നത് സപ്പോർട്ടിങ് സിസ്റ്റം ആണ്. നിങ്ങളെ കൂടെ കട്ടക്ക് നിൽക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളെ വിജയിപ്പിക്കാൻ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വലിയൊരു സപ്പോർട്ടിങ് സിസ്റ്റം തന്നെ ഇവിടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ കോളേജിലും സ്കൂളിലും ഇംഗ്ലീഷും ഫിസിക്സും ബയോളജിയും കെമിസ്ട്രി എല്ലാം പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. പക്ഷെ ജീവിതത്തിൽ എങ്ങനെ സക്സസ് ആവാം, എങ്ങനെ നല്ലൊരു വ്യക്തിയാവും, എങ്ങനെ ഒരു നല്ല മകനാവും അല്ലെ. ഇന്ന് നമ്മൾ പല വാർത്തകളെ കേട്ടുകൊണ്ടിരിക്കുന്നത്, MDMAക്കും പല രീതിയിൽ അഡിക്റ്റ് ആവുന്ന പല ആളുകൾ അല്ലെ. പക്ഷെ ഇവിടെ നമുക്ക് എങ്ങനെ ഒരു നല്ല സക്സസ്ഫുൾ ആയുള്ള വ്യക്തിയായിട്ട് മാറാമെന്നുള്ള ആ ഒരു ട്രെയിനിങ്ങും ആ കാര്യങ്ങളെല്ലാം എനിക്ക് പഠിപ്പിച്ചെന്നത് ഈ കമ്പനിയുടെ ട്രെയിനിങ് സിസ്റ്റം ആണ്. ആ കമ്പനിയുടെ ആ ട്രെയിനിങ് സിസ്റ്റം കാര്യം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഞാനും വേറെ റൂട്ട് മാറിപ്പോയേനെ. പക്ഷെ ഇന്ന് എൻ്റെ ഉമ്മക്ക് നല്ലൊരു ഉമ്മയായിട്ട്, ഉപ്പയ്ക്ക് നല്ലൊരു ഉപ്പയായിട്ട്, ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവായിട്ട് ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം ഈ കമ്പനിയുടെ അത്രയ്ക്കും പവർഫുൾ ആയുള്ള ട്രെയിനിങ് സിസ്റ്റമാണ്. അത്തരത്തിലുള്ള നമ്മളെ ടോട്ടലി ചേഞ്ച് ആക്കുന്ന വളരെ സപ്പോർട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ഈ കമ്പനിക്ക് ഉണ്ട്. കൂടെ കട്ടക്ക് നിൽക്കാൻ നിങ്ങൾ തയ്യാറായാൽ മതി. ഈ സപ്പോർട്ടിങ് സിസ്റ്റം ഒരാളാണ് കോടീശ്വരനാക്കിയത്, 2 ആളാണോ 3 ആളാണോ? അല്ല, 4 അല്ല, 5 അല്ല, 10 അല്ല, അറൌണ്ട് 100+ ആളുകൾ ഈ സപ്പോർട്ടിങ് സിസ്റ്റം ഇന്ന് ഈ ബിസിനസ്സിലൂടെ 1 കോടി രൂപ വരുമാനം വാങ്ങാൻ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 100 വ്യക്തികൾ ഈ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം വഴി 1 കോടി രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമാണോ വലിയ കാര്യമാണ്? വലിയ കാര്യമാണല്ലോ അല്ലെ. അപ്പം നല്ലൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരോഗ്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്ത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം, ഇത് 3 നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഇന്ന് നമ്മുടെ സമൂഹം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ആരോഗ്യ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നം അല്ലെ. നമ്മൾ ഫേസ് ചെയ്യുന്ന ആരോഗ്യപരമായ ബുദ്ധിമുട്ടിനും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടിനും ഈ 2 പ്രശ്നത്തിനും ഒരുപോലെ സൊല്യൂഷൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇൻഡസ് ഇന്ന് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നല്ലൊരു തീരുമാനം എടുക്കുക. ഇനി നിങ്ങൾ എടുക്കേണ്ട ഡിസിഷനാണ്. പലർക്കും പറ്റുന്ന മിസ്റ്റേക്ക് തീരുമാനം എടുക്കണോടത്താണ്. ഞാൻ ഹസ്ബൻഡിനോട് ചോദിക്കട്ടെ, ഏട്ടനോട് ചോദിക്കട്ടെ, ഉപ്പാനോട് ചോദിക്കട്ടെ എന്ന് പറയും. ഹലോ, അവസരം കേട്ടത് നിങ്ങളാണ്. ഇവിടെ പ്ലാൻ പറഞ്ഞ സമയത്ത് 50% പറഞ്ഞിട്ടുള്ളൂ, 25% നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൂ, 10% നിങ്ങൾക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അയാൾക്കൊന്നും മനസ്സിലാവില്ല. അയാൾ പറയും ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മലപ്പുറത്തുകാരനാണ്, എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ മലപ്പുറത്ത് ഈ ബിസിനസ് ഇന്ന് പറക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം. ഇന്ന് ഈ ബിസിനസ്സിലൂടെ 1 കോടി രൂപ വരുമാനം വാങ്ങിയ 12ഓളം വ്യക്തികളെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. പറഞ്ഞു വരുന്നത് പല്ലുവേദന ആരടുത്ത് വേണം?
പല്ല് ഡോക്ടർ അടുത്ത് പോകണം, നാട്ടിൽ ബാങ്ക് മാനേജർ അടുത്ത് പോയിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഈ ബിസിനസിനെ കുറിച്ച് ഇതിന്റെ ഡൗട്ടുകൾ നിങ്ങൾ അറിയുന്ന ആളുകൾ ചോദിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവസരം മിസ്സാവും. അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ ഒരു പ്രോഗ്രാം എൻഡ് ചെയ്ത ഉടനെ തന്നെ 1 മിനിറ്റ് പോലും വൈകാതെ നിങ്ങളെ വിളിച്ച വ്യക്തിയുമായിട്ട് ഫോണിൽ വാട്സപ്പ് വീഡിയോ കോളിലോ അല്ലെങ്കിൽ സൂമിൽ ഇതുപോലെ ലിങ്ക് അയച്ചിട്ടോ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ഇപ്പൊ തന്നെ നിങ്ങൾ ക്ലിയർ ചെയ്യാം. ബാക്കി സമയത്തേക്ക് നിങ്ങൾ മാറ്റി വെക്കരുത്. അങ്ങനെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് ഈ ഒരു അവസരത്തെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആയിരിക്കും ഈ ഒരു ബിസിനസ് അവസരം. അപ്പൊ അത് നല്ലൊരു തീരുമാനമെടുത്ത് ഇന്ന് തന്നെ ഈ ഒരു അവസരത്തിന്റെ ഭാഗമാവുക. ജനനം എന്ന 3 അക്ഷരത്തിന്റെയും മരണം എന്ന 3 അക്ഷരത്തിനും ഇടയിലുള്ള 3 അക്ഷരമാണ് ജീവിതം, അല്ലെ? ആ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം, ഒരു ടൈം ഫ്രീഡം കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നല്ലൊരു തീരുമാനമെടുത്ത് ഇന്ന് തന്നെ ഈ അവസരത്തിന്റെ ഭാഗമാവുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു തീരുമാനം എടുക്കാൻ കഴിയട്ടെ എന്ന് വിഷയുന്നു. ടേക്ക് എ ഗുഡ് ഡിസിഷൻ, മേക്ക് എ ഗുഡ് ഫ്യൂച്ചർ. ഓൾ ദി വെരി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് വിവാ. താങ്ക് യു ഉനൈസ് സാർ. ഉനൈസ് സാർ ഒരുപാട് ആധികാരികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. നമുക്ക് ആദ്യം നമ്മുടെ പ്ലാൻ പ്രസന്റേഷൻ നമ്മൾ ഭംഗിയായിട്ട് നമുക്ക് റൌഫ് സാർ പ്രസന്റ് ചെയ്ത് തന്നതിന് ശേഷം എക്സ്പീരിയൻസ് കേട്ടപ്പോൾ ഉനൈസ് സാർ അതിനേക്കാൾ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് സംശയം ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നമുക്ക് മാറിയിട്ടുണ്ടാവും. എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് നിങ്ങൾ ഈ ഒരു സമയം 1 മണിക്കൂർ നേരം നിങ്ങൾ നമ്മളെ കൂടെ ഉണ്ട്. നിങ്ങളുടെ 1 മിനിറ്റ് പോലും വേസ്റ്റ് ആയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം നിങ്ങൾ ഇന്ന് കേട്ടത് നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്ന വലിയൊരു അവസരമാണ്. അപ്പോൾ ഇനി തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. കൂടുതൽ വൈകാതെ ഉനൈസ് സാർ പറഞ്ഞ പോലെ ആരാണോ നിങ്ങളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത് അവരുമായിട്ട് ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ അവരെ വിളിച്ച് കാര്യങ്ങൾ ഒന്നുകൂടെ ചോദിച്ച് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ചോദിച്ച് പെട്ടെന്ന് ഞങ്ങളുടെ കൂടെ കയറി നിൽക്കുക. എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്ന വലിയൊരു അവസരമാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. എല്ലാവർക്കും നല്ലൊരു തീരുമാനം എടുക്കാനും വിജയിക്കാനും പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്ലാൻ പ്രസന്റ് ചെയ്തെന്ന റൌഫ് സാറിനും എക്സ്പീരിയൻസ് ഷെയർ ചെയ്തെന്ന ലീഡേഴ്സിനും സ്പെഷ്യലി നമ്മുടെ ഉനൈസ് സാറിനും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.